ഹലോ ഓൾ, ഇത് ലീനിയർ ഓൾജിബ്രയുടെ രണ്ടാമത്തെ ലെക്ചറാണ്. സോ ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഒരു ഡെഫിനിഷനാണ് ട്രേസ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ്. സോ ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ട്രേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് എ ഒരു n/n മെട്രിക്സ് ആണെന്നിരിക്കട്ടെ. സോ എയുടെ ട്രേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ അഥവാ മെയിൻ ഡയഗണലിൽ വരുന്ന എൻട്രീസിൻ്റെ സമ്മിന് നമ്മൾ പറയുന്ന പേരാണ് ട്രേസ്. ഇപ്പം എയുടെ മെയിൻ ഡയഗണലിൽ ആരൊക്കെയാണ് വരുന്നത്? A11, A22 എക്സെട്ര ANN. ഇതാണ് മെയിൻ ഡയഗണലിൽ വരുന്ന എലമെൻറ്റ്സ്. സോ ഇവരുടെ സമ്മിന് നമ്മൾ പറയുന്ന പേരാണ് ട്രേസ് ഓഫ് എ, ഡിനോട്ടഡ് ബൈ TR ഓഫ് എ. സോ ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് A11 പ്ലസ് A22 പ്ലസ് എക്സെട്ര ANN. സമ്മേഷൻ നൊട്ടേഷനിൽ വേണമെങ്കിൽ നമുക്കിതിനെ സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to n AII എന്ന് എഴുതാം. ഓക്കെ, ഇനി ട്രേസിന് ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്നാമത്തെ പ്രോപ്പർട്ടി, ട്രേസ് ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു ട്രേസ് ഓഫ് എ പ്ലസ് ട്രേസ് ഓഫ് ബി. സമ്മേഷൻ സമയത്ത് നമുക്ക് ട്രേസിനെ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ റീസൺ വളരെ ഒബ്വിയസ് ആണ്. എന്തായിരിക്കും ട്രേസ് ഓഫ് എ പ്ലസ് ബി? ട്രേസ് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ സമ്മേഷൻ നൊട്ടേഷനിൽ എഴുതി കഴിഞ്ഞാൽ സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to n എ പ്ലസ് ബിയുടെ ith ടേം. ഇനി എ പ്ലസ് ബിയുടെ ith ടേമിനെ നമുക്ക് സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to n എയുടെ ith ടേം പ്ലസ് ബിയുടെ ith ടേം എന്ന് എഴുതാം. ഇനി സമ്മേഷനെ കൂടെ ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to n എയുടെ ith ടേം പ്ലസ് സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to n ബിയുടെ ith ടേം. ഇതാണ് ട്രേസ് ഓഫ് എ. സോ ദാറ്റ് ഈസ് ട്രേസ് ഓഫ് എ പ്ലസ് ട്രേസ് ഓഫ് ബി. സോ സമ്മേഷൻ സമയത്ത് നമുക്ക് ട്രേസ് ഓഫ് എ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു സ്കെയിലാർ പ്രോഡക്റ്റ് സമയത്തും നമുക്ക് ആ കെ പുറത്തെടുക്കാൻ പറ്റും. ആൻഡ് വി ഹാവ് ദിസ് റിസൾട്ട് ഓൾസോ. ട്രേസ് ഓഫ് കെ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to n കെ എയുടെ ith ടേം. സോ ഇപ്പോൾ കെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഈ കെ പുറത്തോട്ട് എടുക്കാം. സോ കെ പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to n എയുടെ ith ടേം വരും. ആൻഡ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ട്രേസ് ഓഫ് എ. സോ ദിസ് ഇസ് കെ ഇൻറ്റു ട്രേസ് ഓഫ് എ. ഓക്കെ, അതേപോലെ ട്രേസ് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു ട്രേസ് ഓഫ് ബി ആണ്. ബട്ട് പ്രോഡക്റ്റിൽ ട്രേസ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. ട്രേസ് ഓഫ് എ ബി ഈസ് നോട്ട് ഈക്വൽ ടു ട്രേസ് ഓഫ് എ ഇൻറ്റു ട്രേസ് ഓഫ് ബി. ബട്ട് ട്രേസ് ഓഫ് എയും ട്രേസ് ഓഫ് എ ബിയും ട്രേസ് ഓഫ് ബി എയും ഈക്വൽ ആയിരിക്കും. അത് ഇനി എ ബിയുടെയും ബി യുടെയും ഓർഡർ ഡിഫറൻ്റ് ആയിരുന്നാലും ട്രേസ് ഓഫ് എ ബിയും ട്രേസ് ഓഫ് ബി എയും ഈക്വൽ തന്നെ ആയിരിക്കും. എ ബിയും ബി എയും ഡിഫൈൻഡ് ആയാൽ മാത്രം മതി. ഇപ്പോൾ ഉദാഹരണത്തിന് എ ഒരു m/n മെട്രിക്സ് ആണെന്നിരിക്കട്ടെ, ബി ഒരു n/m മെട്രിക്സ് ആണെന്നിരിക്കട്ടെ. സോ നമുക്ക് എ ബിയും ബി എയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്തായിരിക്കും എ ബിയുടെ ഓർഡർ? എ ബിയുടെ ഓർഡർ m/m ആയിരിക്കും. ബി എയുടെ ഓർഡർ n/n ആയിരിക്കും. സോ ഇവിടെ ഇപ്പോൾ രണ്ടുപേർക്കും ഡിഫറെൻറ്റ് ഓർഡേഴ്സാണ്. സ്റ്റിൽ എ ബിയുടെയും ബി യുടെയും ട്രേസ് സെയിം തന്നെ ആയിരിക്കും. കാരണം ഇപ്പം ഞാൻ ട്രേസ് ഓഫ് എ ബി എടുത്തു കഴിഞ്ഞാൽ ബൈ ഡെഫിനിഷൻ അത് സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to m എ ബിയുടെ ith ടേം. ശരിയല്ലേ? എ ബിയുടെ ith ടേം. ബട്ട് നമുക്കറിയാം പ്രോഡക്റ്റ് ഡെഫിനിഷനകത്ത് എ ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ijth ടേം എന്ന് പറയുന്നത് സിഗ്മ കെ ഈസ് ഈക്വൽ ടു 1 to n എയുടെ ikth ടേം ഇൻറ്റു ബിയുടെ kjth ടേം. സോ എന്തായിരിക്കും എ ബിയുടെ ith ടേം? ഐക്കും ജെയ്ക്കും പകരമായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ ദിസ് വിൽ ബി ഈക്വൽ ടു സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to m സിഗ്മ കെ ഈസ് ഈക്വൽ ടു 1 to n എയുടെ ikth ടേം ഇൻറ്റു ബിയുടെ kith ടേം. എന്തായാലും ഇത് രണ്ട് നമ്പേഴ്സ് ആയതുകൊണ്ട് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. സോ തിരിച്ചെഴുതാം. നമുക്ക് തിരിച്ചെഴുതി കഴിഞ്ഞാൽ സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to m സിഗ്മ കെ ഈസ് ഈക്വൽ ടു 1 to n ബിയുടെ kith ടേം ഇൻറ്റു എയുടെ ikth ടേം. ഇത് ഫൈനൈറ്റ് സമ്മേഷൻ ആയതുകൊണ്ട് നമുക്ക് സമ്മേഷൻ ഇൻ്റർചേഞ്ച് ചെയ്യാം. സോ സമ്മേഷൻ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ കെ ഈസ് ഈക്വൽ ടു 1 to n സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to m ബിയുടെ kith ടേം ഇൻറ്റു എയുടെ ikth ടേം.
ഇനിയിപ്പോൾ ഈ ഇത്രയും പാർട്ടൊന്ന് നോക്കിയേ. സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n ബിയുടെ കെ ith ടേം ഇൻറ്റു എയുടെ ith ടേം ദറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ കെ ഈസ് ഈക്വൽ ടു 1 to n. ഈ ഒരു പാർട്ട് എന്തായിട്ട് മാറും? അത് ബി എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ kth ടേം ആവും. സോ ദറ്റ് ഈസ് ഈക്വൽ ടു ബി എയുടെ kth ടേം. ഇപ്പോൾ ഇതെന്താണ്? കെ ഈസ് ഈക്വൽ ടു 1 to n ബി എയുടെ kth ടേം. സോ ഇത് ബി എയുടെ ട്രൈസ് ആയിരിക്കും. സോ ദിസ് ഈസ് ഈക്വൽ ടു ട്രൈസ് ഓഫ് ബി എ. സോ ട്രൈസ് ഓഫ് എ ബിയും ട്രൈസ് ഓഫ് ബി എയും ഈക്വൽ ആയിരിക്കും ഓൾവേസ്. എ ബിയുടെയും ബി എക്കും ഓർഡർ സെയിം ആകണമെന്ന് നിർബന്ധമില്ല. എ ബിയും ബി എയും ഡിഫൈൻഡ് ആയാൽ മതി. അവർ ഡിഫറെൻറ്റ് ഓർഡേഴ്സിലായിരുന്നാലും ട്രൈസ് ഓഫ് എ ബിയും ട്രൈസ് ഓഫ് ബി എയും ഈക്വൽ ആയിരിക്കും. ബട്ട് trace of AB need not be equal to trace of A into trace of B. ട്രേസിനെ നമുക്ക് പ്രോഡക്റ്റ് സമയത്ത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഡിറ്റർമിനൻറ്റിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഡിറ്റർമിനൻറ്റ് ഓഫ് എ ബി എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് ബിക്ക് ഈക്വൽ ആയിരിക്കും. ബട്ട് ട്രേസ് ഓഫ് എ ബി നീഡ് നോട്ട് ബി ട്രേസ് ഓഫ് എ ഇൻറ്റു ട്രേസ് ഓഫ് ബി. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറയുന്ന മെട്രിക്സ് 1 2 0 1 എന്നിടുക. And B is the matrix 1 1 2 1. So ഇവിടെ trace of A എന്താണ്? What is trace of A? എയുടെ ഡയഗണൽ സം that is 2 വരും. trace of B എന്ന് പറയുന്നതും ബിയുടെ ഡയഗണൽ സം അതും 2 ആണ് വരുന്നത്. എ ബി എന്താണ്? എ ബി എന്ന് പറയുന്ന മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ 1 2 0 1 into 1 1 2 1 and that is equal to ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് 1 + 4 5 വരും. ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്യുമ്പോൾ 1 + 2 3 വരും. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 0 + 2 2. സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 0 + 1 ദറ്റ് ഈസ് 1. സോ എന്താണ് ഇപ്പോൾ ട്രേസ് ഓഫ് എ ബി? ട്രേസ് ഓഫ് എ ബി എന്ന് പറയുന്നത് എ ബിയുടെ പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ സം ദറ്റ് ഈസ് 5 + 1 6 ആണ് വരുന്നത്. ക്ലിയർലി ട്രേസ് ഓഫ് എ ബി ഈസ് നോട്ട് ഈക്വൽ ടു ട്രേസ് ഓഫ് എ ഇൻറ്റു ട്രേസ് ഓഫ് ബി. സോ ട്രേസിനെ നമുക്ക് പ്രോഡക്റ്റ് സമയത്ത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ട്രേസ് ഓഫ് എ ബിയും ട്രേസ് ഓഫ് ബി എയും ഈക്വൽ ആയിരിക്കും. അടുത്തത് ഡിറ്റർമിനൻറ്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ്. സോ ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ക്വയർ മെട്രിക്സുമായിട്ട് ഒരു നമ്പർ അസോസിയേറ്റ് ചെയ്യണം. ആ നമ്പറിന് നമ്മൾ പറയുന്ന പേരാണ് ഡിറ്റർമിനൻറ്റ്. സോ ആ നമ്പർ നമ്മൾ എങ്ങനെ അസോസിയേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് 1/1 മെട്രിക്സിൻ്റെ കേസ് തന്നെ നോക്കാം. ഒരു 1/1 മെട്രിക്സിനകത്താകുമ്പോൾ ആകെ ഒരു എൻട്രി മാത്രമേ കാണത്തുള്ളൂ. സോ എക്സ് എന്ന് പറയുന്ന ഒരു 1/1 മെട്രിക്സ് ആണ് എങ്കിൽ സോ അതിൻ്റെ ഡിറ്റർമിനൻ്റ് ആയിട്ട് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് ആ എൻട്രി തന്നെയാണ്. ഡിറ്റർമിനൻ്റ് ഓഫ് എ 1/1 മെട്രിക്സ് എന്ന് പറയുന്ന ആ എൻട്രി ഇറ്റ് സെൽഫ്. ഇനി 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് 1-2 ടേംസ് പരിചയപ്പെടാം. ഓക്കെ, 2/2 മെട്രിക്സിനകത്താകുമ്പോൾ 4 എൻട്രീസ് കാണും. അതിനകത്ത് എന്താണ് ഒരു സൈൻ ഓഫ് ആൻ എൻട്രി? AIJ എന്ന് പറയുന്ന ഒരു എൻട്രിയുടെ സൈൻ എന്ന് പറയുന്നത് -1/i+j. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് സൈൻ ഓഫ് ദി എൻട്രി എന്ന്. ഇപ്പം ഈ 2/2 മെട്രിക്സ് തന്നെ എടുക്കുക. ഇതിൻ്റെ സൈൻ എന്തായിരിക്കും? A11യുടെ സൈൻ -1/1 + 1 സോ 2 വരും. -1² പോസിറ്റീവ് ആയിരിക്കും. A12യുടെ സൈൻ നെഗറ്റീവ് ആയിരിക്കും. A21യുടെ സൈൻ അഗെയിൻ നെഗറ്റീവ് ആയിരിക്കും. A22യുടെ സൈൻ അഗെയിൻ പോസിറ്റീവ് ആയിരിക്കും. രണ്ടാമത്തത് മൈനർ ഓഫ് ആൻ എൻട്രി. ഒരു എൻട്രിയുടെ മൈനർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എൻട്രിയുടെ റോസും കോളംസും കളഞ്ഞിട്ട് ബാക്കി വരുന്ന പോർഷൻ്റെ ഡിറ്റർമിനൻറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് മൈനർ. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഡിറ്റർമിനൻറ്റ് 1/1 മെട്രിക്സിന് മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് 2/2 മെട്രിക്സിൻ്റെ മൈനേഴ്സ് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റൂ. വൺസ് 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് ഡിഫൈൻ ചെയ്തതിന് ശേഷം നമുക്ക് 3/3യുടെ മൈനേഴ്സിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം AIJയുടെ മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റോസും കോളംസും കളഞ്ഞിട്ട് ബാക്കി വരുന്ന പോർഷൻ്റെ ഡിറ്റർമിനൻറ്റ്. സോ എന്തായിരിക്കും മൈനർ ഓഫ് A11? മൈനർ ഓഫ് A11. സോ ആ എൻട്രിയുടെ റോസും കോളംസും കളയുക. സോ ആ എൻട്രിയുടെ റോസും കോളംസും നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് A22 മാത്രമേ കാണത്തുള്ളൂ. അതൊരു 1/1 മെട്രിക്സ് ആണ്. സോ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്ന ആ എൻട്രി തന്നെയാണ്. സോ അത് A22 എന്ന് വരും. സിമിലർലി എന്താണ് മൈനർ ഓഫ് A12? A12യുടെ റോസും കോളംസും കളഞ്ഞാൽ ബാക്കി വരുന്നത്
A21 ആയിരിക്കും. സോ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ A21 തന്നെ വരും. സിമിലർലി മൈനർ ഓഫ് A21 കാൽക്കുലേറ്റ് ചെയ്യാം, അത് A12 വരും. അതേപോലെ മൈനർ ഓഫ് A22 കാൽക്കുലേറ്റ് ചെയ്യാം, ദാറ്റ് വിൽ ബി A11. ഓക്കെ, ഇതാണ് എൻട്രീസിൻ്റെ മൈനസ്. ഇനി ഫൈനലി കോഫാക്ടേഴ്സ്. കോഫാക്ടർ ഓഫ് എ എൻട്രി എന്ന് പറയുന്നത് മറ്റാരുമല്ല, ഈ സൈൻ്റെയും മൈനറുടെയും പ്രോഡക്റ്റിനാണ് നമ്മൾ കോഫാക്ടർ എന്ന് പറയുന്നത്. സോ ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ AIJ. സോ ക്യാപിറ്റൽ AIJ എന്ന് പറയുന്നത് -1/i+j, അത് ആ എൻട്രിയുടെ സൈൻ, ഇൻറ്റു MIJ എന്ന് പറയുന്ന ആ എൻട്രിയുടെ മൈനറാണ്. സോ ഓരോ എൻട്രീസും അവരുടെ സൈനുമായിട്ട് ഓരോ എൻട്രീസിൻ്റെ മൈനേഴ്സും അവരുടെ സൈനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഫാക്ടേഴ്സ് കിട്ടും. സോ നമുക്ക് ഈ 4 വേറെയും കോഫാക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. What is the cofactor of 11? സോ കോഫാക്ടർ ഓഫ് 11 എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, ഇൻറ്റു അതിൻ്റെ മൈനർ A22 ആണ്. സോ ദാറ്റ് ഈസ് A22, പോസിറ്റീവ് A22 എന്ന് വരും. ആ സമയം വാട്ട് ഈസ് A21? A21ൻ്റെ സൈൻ നെഗറ്റീവ് ആണ്, അതിൻ്റെ മൈനർ A12 ആണ്. സോ മൈനസ് A12. ഇതേപോലെ A12യുടെ കോഫാക്ടർ എന്ത് വരും? A12യുടെ സൈനും നെഗറ്റീവ് ആണ്, അതിൻ്റെ മൈനർ A21 ആണ്. ഫൈനലി A22യുടെ കോഫാക്ടർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈൻ പോസിറ്റീവ് ആണ്, അതിൻ്റെ മൈനർ A11 ആണ്. സോ ദാറ്റ് ഈസ് A11. ഓക്കെ, സോ എല്ലാവരുടെയും കോഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു. ഇനി ഞാൻ ഏത് റോയിലും അല്ലെങ്കിൽ ഏത് കോളത്തിലും എൻട്രീസും അവരുടെ കോഫാക്ടേഴ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഫസ്റ്റ് റോ എടുക്കുകയാണ്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് റോയിലെ ഓരോ എൻട്രീസും അവരുടെ കോഫാക്ടേഴ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്തെടുക്കാൻ പോവുക. സോ ഫസ്റ്റ് റോയിൽ A11ഉം A12 ആണ് എൻട്രീസ്. സോ A11ൻ്റെ കോഫാക്ടർ എന്ന് പറയുന്നത് A22 ആണ്. സോ A11 ഇൻറ്റു ഇറ്റ്സ് കോഫാക്ടർ എന്ന് പറയുന്നത് A22 ആണ്. അതേപോലെ A12 അതിൻ്റെ കോഫാക്ടർ എന്ന് പറയുന്നത് -A21. സോ ഞാനിത് ആഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് A11 A22 -A12 A21. ഇത് ഞാൻ സെക്കൻഡ് റോയിലൊന്ന് ട്രൈ ചെയ്താലോ, ഇതേ പ്രൊസീജിയർ. സോ സെക്കൻഡ് റോയിലെ എൻട്രീസ് A21ഉം A22 ആണ്. സോ A21 ഇൻറ്റു അതിൻ്റെ കോഫാക്ടർ -A12 ആണ്, പ്ലസ് A22 ഇൻറ്റു അതിൻ്റെ കോഫാക്ടർ A11 ആണ്. സോ ദാറ്റ് ഈസ് അഗെയിൻ സെയിം ആസ് A11 A22 -A21 A12. സോ ഇത് ഞാൻ ഇനി ഫസ്റ്റ് കോളത്തിൽ ചെയ്താലും സെക്കൻഡ് കോളത്തിൽ ചെയ്താലും എനിക്ക് ഈ ഒരു നമ്പറിലോട്ടേ വന്ന് നിൽക്കത്തുള്ളൂ. സോ ഈ ഒരു നമ്പറിനെയാണ് നമ്മളൊരു 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. സോ ഞാനൊരു 2x2 മെട്രിക്സ് ABCD എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി AD - BC. സോ ഇതാണ് 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് 3x3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിലോട്ട് പോകാം. 3x3 മെട്രിക്സും ഇതുപോലെ തന്നെയാണ്. ഓരോ റോയിലും അല്ലെങ്കിൽ ഏത് കോളത്തിൽ അല്ലെങ്കിൽ ഏത് റോയിൽ ചെന്നിട്ട് ഓരോ എൻട്രീസും അവരവരുടെ കോഫാക്ടേഴ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ നമുക്ക് യുണീക്ക് നമ്പർ ആയിരിക്കും കിട്ടുന്നത്. ആൻഡ് ദാറ്റ് യുണീക്ക് നമ്പർ ഇസ് കോൾഡ് എ ഡിറ്റർമിനൻറ്റ്. സോ ഓൾറെഡി ഡിറ്റർമിനൻറ്റ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ഇത് ഓൾറെഡി നമ്മൾ +2 ലെവലിൽ തന്നെ പഠിക്കുന്ന പ്രോപ്പർട്ടീസാണ്. സോ നമുക്കിത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കി പോവാം. ഒന്ന്, ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് 1 ആയിരിക്കും. രണ്ടാമത്തത് ഡിറ്റർമിനൻറ്റ് ഓഫ് A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് ഓഫ് Aക്ക് ഈക്വൽ ആയിരിക്കും. അതിന് റീസൺ വേറൊന്നുമല്ല, നമുക്ക് ഡിറ്റർമിനൻറ്റ് റോ വൈസും കോളം വൈസും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് Aക്കും A ട്രാൻസ്പോസിനും ഒരേ ഡിറ്റർമിനൻ്റ് ആണ്. ഇനി A ഇൻവേഴ്സിൻ്റെ ഡിറ്റർമിനൻറ്റ് വിൽ ബി ഈക്വൽ ടു 1/A ആയിരിക്കും. ഡിറ്റർമിനൻറ്റ് ഓഫ് AB എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് ഓഫ് A ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് Bക്ക് ഈക്വൽ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പ്രോഡക്റ്റ് സമയത്ത് നമുക്ക് ഡിറ്റർമിനൻറ്റ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഡിറ്റർമിനൻറ്റ് ഓഫ് KA ഇസ് ഈക്വൽ ടു K⁻n ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് A. നമുക്കൊരു റോയിലോ ഒരു കോളത്തിലോ എന്തെങ്കിലും കോമൺ ഉണ്ടെങ്കിൽ അത് നമുക്ക് പുറത്തോട്ട് എടുക്കാം. സോ ഒരു മെട്രിക്സിൽ ഇരുന്ന് ഫുൾ ഒരു നമ്പർ ഞാൻ പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഓരോ റോ വൈസേ എനിക്ക് എടുക്കാൻ പറ്റും. സോ ഓരോ റോയിൽ നിന്നും ഞാൻ K വെച്ചെടുത്തുകൊണ്ടിരുന്നാൽ മൊത്തം എത്ര റോസ് ഉണ്ടോ അത്രയും കേസ് പുറത്തോട്ട് വരും. അപ്പോൾ n ഓർഡർ മെട്രിക്സ് ആണെങ്കിൽ ദാറ്റ് ബിക്കംസ് K⁻n ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് A.
ഇനി ഒരു ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഡയഗണൽ എൻട്രീസിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ മതി. അതേപോലെ ഇൻ്റർചേഞ്ചിങ് റോസ് ഓർ കോളംസ് വിൽ ചേഞ്ച് ദി സൈൻ ഓഫ് ദി ഡിറ്റർമിനൻറ്റ്. നമ്മളൊരു റോയോ രണ്ട് റോസോ രണ്ട് കോളംസോ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് ചേഞ്ച് ആവും. ഡിറ്റർമിനൻ്റ് അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യും. ഇനി ഡിറ്റർമിനൻറ്റ് റോ വൈസ് ലീനിയർ ആണ്, കോളം വൈസ് ലീനിയർ ആണ്. അതിനർത്ഥം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊരു റോയിൽ ഫുള്ള് സം ഉണ്ടെന്നിരിക്കട്ടെ. ഇപ്പോൾ ഉദാഹരണത്തിന് എ പ്ലസ് ബി സി ഡി പ്ലസ് ഇ എഫ്. സോ ഈ ഡിറ്റർമിനൻറ്റിനകത്ത് ഫസ്റ്റ് റോയിലെല്ലാം സമ്മാണ്. സോ നിങ്ങൾക്ക് ഈ സമ്മിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ഡിറ്റർമിനൻ്റ് ആയിട്ട് എഴുതാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എ ഡി സി എഫ് പ്ലസ് ബി ഇ സി എഫ്. ഇതാണ് റോ വൈസ് ലീനിയർ എന്ന് പറഞ്ഞാൽ. അതേപോലെ കോളം വൈസും ലീനിയർ ആണ്. ഒരു കോളത്തിൽ സം വന്നു കഴിഞ്ഞാൽ യു ക്യാൻ സ്പ്ലിറ്റ് ലൈക്ക് ദിസ്. ഫൈനലി ഡിറ്റർമിനൻറ്റ് സീറോ ആകുന്ന സിറ്റുവേഷൻസ് എല്ലാം അറിഞ്ഞിരിക്കുക. ഒന്ന്, ഒരു റോയോ ഒരു കോളമോ കംപ്ലീറ്റ്ലി സീറോ ആണ് എങ്കിൽ ഡിറ്റർമിനൻറ്റ് സീറോ ആയി പോകും. രണ്ടാമത്തത്, രണ്ട് റോസോ കോളംസോ ഐഡൻറ്റിക്കൽ ആണെങ്കിലും ഡിറ്റർമിനൻറ്റ് സീറോ ആകും. രണ്ട് റോസോ കോളംസോ പ്രപ്പോർഷണൽ ആയാൽ, അതായത് ഒന്നിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് മറ്റേതിൽ വരികയോ അല്ലെങ്കിൽ സെയിം റേഷ്യോ കീപ്പ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് വിൽ ബി സീറോ. ഫൈനലി കുറച്ച് റോസിൻ്റെ കോമ്പിനേഷനായിട്ടാണ് മറ്റ് റോസ് വരുന്നതെങ്കിൽ ഡിറ്റർമിനൻറ്റ് സീറോ ആയിരിക്കും. അതായത് രണ്ട് റോസിൻ്റെ കോമ്പിനേഷനാണ് മൂന്നാമത്തെ റോ എങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പം ഞാൻ 2 ടൈംസ് റോ 1 പ്ലസ് 3 ടൈംസ് റോ 2 ചെയ്യുമ്പോൾ എനിക്ക് കൃത്യം റോ 3 കിട്ടുന്നുണ്ട് എങ്കിൽ എനിക്ക് പറയാം റോ 3 എന്ന് പറയുന്നത് റോ 1ൻ്റെയും റോ 2ൻ്റെയും കോമ്പിനേഷനാണ്. റോ 1ഉം റോ 2ഉം യൂസ് ചെയ്തിട്ട് നമുക്ക് റോ 3 ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ഇങ്ങനെ കുറച്ച് റോസിൻ്റെ കോമ്പിനേഷനായിട്ട് മറ്റേതെങ്കിലും റോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് സീറോ ആയിരിക്കും. അതേപോലെ തന്നെ കോളത്തിൻ്റെ കോമ്പിനേഷനായിട്ട് മറ്റൊരു കോളം വന്നാലും ഡിറ്റർമിനൻറ്റ് സീറോ ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ നോക്കിയപ്പോൾ ആദ്യത്തെ രണ്ട് റോസിൻ്റെ സമ്മാണ് മൂന്നാമത്തെ റോ എങ്കിൽ ഒബ്വിയസ്ലി അതിൻ്റെ ഡിറ്റർമിനൻറ്റ് സീറോ ആയിരിക്കും. കാരണം ആദ്യത്തെ റോയുടെ കോമ്പിനേഷനാണ് മൂന്നാമത്തെ റോ. സോ ആദ്യത്തെ രണ്ട് റോയുടെ കോമ്പിനേഷനാണ്. സം മീൻസ് കോമ്പിനേഷൻ ആയിരിക്കും അല്ലേ. 1 1 വെച്ച് കമ്പൈൻ ചെയ്താൽ മതി. 1 ടൈംസ് R1 പ്ലസ് 1 ടൈംസ് R2 ഈക്വൽസ് R3. സോ രണ്ട് റോസിൻ്റെ സമ്മായിട്ട് മൂന്നാമത്തെ റോ വന്നു കഴിഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് സീറോ ആയിരിക്കും. രണ്ട് റോസിൻ്റെ ഡിഫറൻസ് ആയിട്ട് മൂന്നാമത്തെ റോ വന്നാലും ഡിറ്റർമിനൻറ്റ് സീറോ ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ രണ്ട് റോസിൻ്റെ കോമ്പിനേഷനായിട്ടാണ് മൂന്നാമത്തെ റോ വരുന്നതെങ്കിൽ ഡിറ്റർമിനൻറ്റ് സീറോ ആയിരിക്കും. അടുത്തത് സിൽവസ്റ്റർ ഡിറ്റർമിനൻറ്റ് തിയറം. If A and B are two matrices of order m by n and n by n respectively, then determinant of I plus AB is equal to determinant of I plus BA. സോ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു തിയറമാണ്. നമുക്ക് ചില മെട്രിക്സുകളുടെ ഡിറ്റർമിനൻറ്റ് ഇത് വെച്ചിട്ട് നമുക്ക് ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഈ തിയറം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഡിറ്റർമിനൻറ്റ് ഓഫ് I പ്ലസ് എ ബിയും ഡിറ്റർമിനൻറ്റ് ഓഫ് I പ്ലസ് ബി എയും ഈക്വൽ ആയിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എ ബിക്കും ബി എക്കും സെയിം ഓർഡർ ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് എയുടെ ഓർഡർ എം ബൈ എന്നും ബിയുടെ ഓർഡർ എൻ ബൈ എമ്മും ആണ് എങ്കിൽ എ ബിയുടെ ഓർഡർ എം ബൈ എമ്മും ആയിരിക്കും, ബി എയുടെ ഓർഡർ എൻ ബൈ എന്നും ആയിരിക്കും. സോ എ ബി എന്ത് ഓർഡറിലാണോ വരുന്നത് അതേ ഓർഡറിലുള്ള ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഐ പ്ലസ് എ ബിക്കകത്ത് വരുന്ന ഐയും ഐ പ്ലസ് ബി എക്കകത്ത് വരുന്ന ഐയും ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പം ഇവിടെ ഐ എന്ന് പറയുന്നത് ബി എയുടെ ഓർഡർ ഏതാണോ അതേ ഓർഡറിൽ വരുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഇവിടെ ഞാൻ ഐ ഉദ്ദേശിച്ചിരിക്കുന്നത് എ ബിയുടെ അതേ ഓർഡറിൽ വരുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഇതിനെ നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. ഡിറ്റർമിനൻറ്റ് ഓഫ് ഈ ഐഡൻറ്റിറ്റി മെട്രിക്സിന് പകരം എനിക്ക് മറ്റേതെങ്കിലും മെട്രിക്സ് എക്സ് ആണ് എങ്കിൽ ഡിറ്റർമിനൻറ്റ് ഓഫ് എക്സ് പ്ലസ് എ ബിയും കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് എക്സ് ഇൻ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് ഐ പ്ലസ് ബി എക്സ് ഇൻവേഴ്സ് എക്ക് ഈക്വൽ ആയിരിക്കും. സോ നമുക്കിത് വെച്ചുള്ള പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു ഡിറ്റർമിനൻ്റ് കൂടെ നോക്കിയിട്ട് പ്രോബ്ലത്തിലോട്ട് പോവാം. സോ ഇത് നിങ്ങൾക്ക് ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിറ്റർമിനൻ്റ് ആണ്, വാണ്ടർമോണ്ടെ ഡിറ്റർമിനൻറ്റ്. സോ ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻട്രീസ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം 1 x1 x1 സ്ക്വയർ എക്സെട്ര x1 റേസ് ടു n മൈനസ് 1 1 x2 x2 സ്ക്വയർ എക്സെട്ര x2 റേസ് ടു n മൈനസ് 1. ഇവിടെ ഓരോ കോളംസും ജി പിയിലാണ് വിത്ത് ഫസ്റ്റ് ടേം 1 ആൻഡ് കോമൺ റേഷ്യോ. ഇതിൻ്റെ കോമൺ റേഷ്യോ x1 വരുന്നുണ്ട്, രണ്ടാമത്തെ x2 വരുന്നുണ്ട്, എക്സെട്ര ലാസ്റ്റത്തെ xn വരുന്നുണ്ട്. സോ ഇവിടെ ഓരോ റോസും ജി പിയിലാണ് വിത്ത് ഫസ്റ്റ് ടേം 1. സോ ഓരോ റോസ് അല്ലെങ്കിൽ ഓരോ കോളംസ് ജി പിയിലാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോമുല വെച്ചിട്ട് ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഉദാഹരണത്തിന് ഇതാണ് ഡിറ്റർമിനൻ്റ് എന്നിരിക്കട്ടെ. 1
എ സ്ക്വയർ, 1 ബി സ്ക്വയർ, 1 സി സ്ക്വയർ. സോ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വോണ്ടർമോണ്ടെ ഡിറ്റർമിനൻ്റ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് വരുന്ന നമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കുക. ഇതിനകത്ത് വരുന്ന നമ്പേഴ്സ് എ ബി സി. സോ 3 നമ്പേഴ്സാണ് ഇതിനകത്ത് വരുന്നത്, എ ബി സി. നിങ്ങൾ ഒരു നമ്പറിൽ നിന്നും അതിന് മുമ്പുള്ള നമ്പേഴ്സിനെ എല്ലാം സബ്ട്രാക്ട് ചെയ്തിട്ട് അതെല്ലാം തമ്മിൽ പ്രോഡക്റ്റ് എടുത്താൽ മതി. സോ ഇപ്പം എക്ക് മുമ്പ് ആരുമില്ല, ബി എടുത്തു കഴിഞ്ഞാൽ ബിക്ക് മുമ്പ് എ ഉണ്ട്. സോ ബി മൈനസ് എ എന്ന് പറയുന്ന ഡിഫറൻസ് എടുക്കുക. ഇനി സി എടുത്തു കഴിഞ്ഞാൽ സിക്ക് മുമ്പ് എയും ഉണ്ട് ബിയും ഉണ്ട്. സോ സി മൈനസ് എ, സി മൈനസ് ബി. സോ ഈ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ഡിറ്റർമിനൻ്റ് ഓഫ് ദിസ് മെട്രിക്സ്. ഇതേപോലെ 4/4 കേസ് ആകുമ്പോൾ അതെങ്ങനെ വരും? 4/4 കേസ് ആകുമ്പോൾ 4 നമ്പേഴ്സ് കാണും. 1 എ സ്ക്വയർ എ ക്യൂബ്, 1 ബി സ്ക്വയർ ബി ക്യൂബ്, 1 സി സ്ക്വയർ സി ക്യൂബ്, 1 ഡി സ്ക്വയർ ഡി ക്യൂബ്. സോ ഇതൊരു 4/4 മെട്രിക്സ് ആണ്. സോ ഇതും വോണ്ടർമോണ്ടെ ഡിറ്റർമിനൻ്റ് ആണ്. സോ ഇതിനകത്ത് വരുന്ന നമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കുക. 4 നമ്പേഴ്സാണ് ഇവിടെ വരുന്നത്, എ ബി സി ഡി. സോ എക്ക് മുമ്പ് ആരുമില്ല, ബിക്ക് മുമ്പ് എ ഉള്ളതുകൊണ്ട് നമുക്ക് ബി മൈനസ് എ എന്ന് പറയുന്ന ടേം എടുക്കുക. ഇനി സിക്ക് മുമ്പ് എയും ഉണ്ട് ബിയും ഉണ്ട്. സോ വി ഹാവ് സി മൈനസ് എ ആൻഡ് സി മൈനസ് ബി. ഇനി ഡിക്ക് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ എ ഉണ്ട്. സോ ഡി മൈനസ് എ, ഡിക്ക് മുമ്പ് ബി ഉണ്ട്. സോ ഡി മൈനസ് ബി, ഡി മൈനസ് സി. സോ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് ദി ഡിറ്റർമിനൻ്റ്. സോ നമ്മുടെ മെട്രിക്സ് വോണ്ടർമോണ്ടെ മെട്രിക്സ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് അതിൻ്റെ ഡിറ്റർമിനൻ്റ് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദി ഡിറ്റർമിനൻ്റ് ഓഫ് ദിസ് മെട്രിക്സ്. ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കണം. ഇതൊരു 6/6 മെട്രിക്സ് ആണ്. സോ എനിക്ക് നോർമലി എക്സ്പാൻഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഞാനിത് സിൽവസ്റ്റർ ഡിറ്റർമിനൻ്റ് തിയറം വെച്ചിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡയഗണലെല്ലാം 2 ആണ്. സോ ഈ ഡയഗണലിൽ നിന്നെല്ലാം ഞാൻ ഓരോന്ന് 1 വീതം മാറ്റി കഴിഞ്ഞാൽ എല്ലാ എൻട്രീസും 1 ആയിട്ടുള്ളൊരു മെട്രിക്സ് കിട്ടും. സോ എനിക്കിതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. ഈ മെട്രിക്സിനെ നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ്, 6/6 ഐഡൻറ്റിറ്റി മെട്രിക്സ് പ്ലസ് എ. ഈ മെട്രിക്സിനകത്ത് എ എന്ന് പറയുന്ന മെട്രിക്സിനകത്ത് ഫുള്ള് 1 ആണ്, ശരിയല്ലേ? ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. ഐഡൻറ്റിറ്റി മെട്രിക്സ് ആകുമ്പോൾ 1 0 0 0 0 6/6 ആണ്. സോ 0 1 0 0 0 0 0 0 1 0 0 0 0 0 0 1 0 0 0 0 0 0 0 1. സോ ഇതൊരു 6/6 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. പ്ലസ് ബാക്കി വരുന്ന മെട്രിക്സ് കണ്ടോ നിങ്ങൾ, എല്ലാ എൻട്രീസും അപ്പോൾ 1 ആയിരിക്കും. 1 1 1 1 1 1. ഓക്കെ, സോ ഇതിപ്പം 2 മെട്രിക്സിൻ്റെ സമ്മായിട്ടാണ് കിടക്കുന്നത്, ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെയും മറ്റൊരു മെട്രിക്സിൻ്റെയും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതിന് ഐ പ്ലസ് എ ബി, ഐ പ്ലസ് 2 മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് എഴുതണം. സിൽവസ്റ്റേഴ്സ് തിയറം എന്താണ്? ഡിറ്റർമിനൻ്റ് ഓഫ് ഐ പ്ലസ് എ ബി ഈസ് സെയിം ആസ് ഡിറ്റർമിനൻ്റ് ഓഫ് ഐ പ്ലസ് ബി എ. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതെന്തായാലും ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. സോ ഐഡൻറ്റിറ്റി മെട്രിക്സ് പ്ലസ് ഈ ഫുൾ 1 വരുന്ന മെട്രിക്സിനെ എനിക്ക് ഇങ്ങനെ 2 മെട്രിക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒരു കോളം മെട്രിക്സ് വിത്ത് ഫുൾ 1, ഒരു 6/1 മെട്രിക്സ് ഇൻറ്റു 1/6 മെട്രിക്സ്. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഇതിപ്പം ഐ പ്ലസ് എ ബി ഫോമാണ്. സോ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഐ പ്ലസ് ബി എക്ക് ഈക്വൽ ആയിരിക്കും. സോ എനിക്കിത് രണ്ടും തിരിച്ചെഴുതാൻ പറ്റും. സോ ദിസ് ഡിറ്റർമിനൻറ്റ് ഇസ് സെയിം ആസ് ഐ പ്ലസ് ബി എ. സോ ബി എ ആകുമ്പോൾ ഇത് രണ്ടും തിരിഞ്ഞു വരും. സോ 1 1 1 1 ഇൻറ്റു ഓക്കെ. ഇപ്പോൾ ഇവരുടെ പ്രോഡക്റ്റ് 1/1 മെട്രിക്സ് വരത്തില്ലേ? കാരണം നേരത്തെ ഇവരുടെ പ്രോഡക്റ്റ് 6/6 മെട്രിക്സ് ആയിരുന്നു വരുന്നത്. ബട്ട് ഇപ്പോൾ ഇവരുടെ പ്രോഡക്റ്റ് 1/1 മെട്രിക്സ് ആയിരിക്കും വരുന്നത്. അപ്പം ആ ഐഡൻറ്റിറ്റി മെട്രിക്സും അതേ സൈസിലുള്ള മെട്രിക്സ് ആയിട്ട് മാറും. സോ ഐ പ്ലസ് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം മാത്രമേ ഉള്ളൂ. സോ വി വിൽ ഗെറ്റ് ഈ 1/1 മെട്രിക്സ്
with 6 as the entry. ഇപ്പോൾ ഇവിടുത്തെ ഐഡൻറ്റി മെട്രിക്സിൻ്റെ സൈസ് 1 ആയിരിക്കും. സോ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ മെട്രിക്സ് 7. സോ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റും ഐ പ്ലസ് എ ബിക്കും ഐ പ്ലസ് ബി എക്കും സെയിം ഡിറ്റർമിനൻ്റ് ആയിരിക്കും. ഇപ്പം ഐ പ്ലസ് ബി എ 1/1 മെട്രിക്സ് ആണ്. സോ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 7 ആണ്. സോ ഡിറ്റർമിനൻറ്റ് ഓഫ് ദാറ്റ് മെട്രിക്സ് ഇസ് ഈക്വൽ ടു 7. സോ കറക്റ്റ് ഓപ്ഷൻ 7 ആണ്. അടുത്തൊരു എക്സാമ്പിളോടെ നോക്കാം. വാട്ട് ഇസ് ദി ഡിറ്റർമിനൻറ്റ് ഓഫ് ദിസ് മെട്രിക്സ്? ഞാൻ നേരത്തെ അതേ ഐഡിയ തന്നെ ഇവിടെ യൂസ് ചെയ്യാൻ നോക്കാം. ആദ്യമേ ഈ മെട്രിക്സ് ഫുള്ള് 1 ആക്കാൻ നോക്കാം. സോ ദാറ്റ് എനിക്ക് നേരത്തെ പോലെ രണ്ടുപേരുടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. സോ 1 ആക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഞാനൊരു 4 എടുത്ത് മാറ്റണം. സോ ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് 4 0 0 0 0 4 0 0 0 0 4 0 0 0 0 4 പ്ലസ് എ മെട്രിക്സ് ഫുൾ ഓഫ് വൺസ്. ആ ഫുൾ ഓഫ് വൺ മെട്രിക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം 1 1 1 1 ഇൻറ്റു 1 1 1 1. ഓക്കെ, ഇതിപ്പം ഐഡൻറ്റി മെട്രിക്സ് അല്ല. സോ ഇത് എക്സ് പ്ലസ് എ ബി ഫോമിലാണ് കിടക്കുന്നത്. സോ വാട്ട് ഇസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എക്സ് പ്ലസ് എ ബി? ഡിറ്റർമിനൻറ്റ് ഓഫ് എക്സ് പ്ലസ് എ ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് എക്സ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് ഐ പ്ലസ് ബി എക്സ് ഇൻവേഴ്സ് എ. സോ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇതിപ്പോൾ എക്സ് പ്ലസ് എ ബി ആണ്. സോ എക്സ് പ്ലസ് എ ബിയുടെ ഡിറ്റർമിനൻറ്റ് ഇസ് സെയിം ആസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എക്സ്. സോ ഡിറ്റർമിനൻറ്റ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ്. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എടുക്കാൻ ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. സോ ഡയഗണൽ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എടുക്കാൻ ഡയഗണൽസിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ മതി. സോ 4 × 4 × 4 × 4 ദറ്റ് ഈസ് 4⁴ ആയിരിക്കും അതിൻ്റെ ഡിറ്റർമിനൻറ്റ്. ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് ഐഡൻറ്റിറ്റി മെട്രിക്സ് പ്ലസ് ബി എന്ന് പറയുന്ന മെട്രിക്സ് 1 1 1 1 ആണ്. ഇൻറ്റു എക്സ് ഇൻവേഴ്സ്. എക്സിൻ്റെ ഇൻവേഴ്സ് എടുക്കാൻ ഇവിടെ എളുപ്പമാണ്, കാരണം എക്സ് ഡയഗണൽ മെട്രിക്സ് ആണ്. അതുമാത്രമല്ല സ്കെയിലാർ മെട്രിക്സ് കൂടാണ്. സോ സ്കെയിലാർ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എടുക്കാനായിട്ട് നമ്മൾ ഈ ഡയഗണൽ വരുന്ന എൻട്രീസിൻ്റെ എല്ലാ റെസിപ്രോക്കൽസ് എഴുതിയാൽ മാത്രം മതിയാവും. സോ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/4 0 0 0 0 1/4 0 0 0 0 1/4 0 0 0 0 1/4 ഇൻറ്റു എ എന്ന് പറയുന്ന മെട്രിക്സ് ദറ്റ് ഈസ് 1 1 1 1. So this is equal to 4⁴ into this is determinant of I plus. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ നമുക്ക് 1/4 കിട്ടും. ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്താലും 1/4 again 1/4 again 1/4 ഇൻറ്റു 1 1 1 1. So this is equal to 4⁴, that is 256 into determinant of I ഇപ്പോൾ 1/1 മെട്രിക്സ് ആയിട്ട് മാറും, 1/1 ഐഡൻറ്റി മെട്രിക്സ് ആയിട്ട് മാറും, കാരണം ഇവിടെ ഇതിൻ്റെ ഓർഡർ 1/1 ആണ് വരുന്നത്. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 1/4 + 1/4 + 1/4 + 1/4 അതും 1 എന്ന് വരും. സോ ഇതൊരു 1/1 മെട്രിക്സ് ആയിട്ട് മാറും. 2 എന്ന് പറയുന്ന ഒരു 1/1 മെട്രിക്സ്, അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 2 തന്നെ വരും. So this is 256 into 2 that is equal to 512. So ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് 512 ഈക്വൽ ആണ്. സോ കറക്റ്റ് ഓപ്ഷൻ ഇസ് 512. അടുത്തത് ഫൈൻഡ് ദി ഡിറ്റർമിനൻറ്റ് ഓഫ് ദിസ് മെട്രിക്സ്. സോ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ ഫസ്റ്റ് റോ എല്ലാം 1 ആണ്. അതുമാത്രമല്ല നമ്മൾ എല്ലാ കോളംസും നോക്കിക്കഴിഞ്ഞാൽ ഓരോ കോളവും GP ആണ് വിത്ത് ഫസ്റ്റ് ടേം 1. എന്താണ് കോമൺ റേഷ്യോസ്? ആദ്യത്തെ കോളം GP ആണ് വിത്ത് ഫസ്റ്റ് ടേം 1. കോമൺ റേഷ്യോ അവിടെ -1 ആണ്. സോ -1 ആണ് ആദ്യത്തെ കോമൺ റേഷ്യോ. രണ്ടാമത്തെ കോളത്തിലെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 2 ആണ്. മൂന്നാമത്തെ കോളത്തിലെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 1 ആണ്. നാലാമത്തെ കോളത്തിലെ കോമൺ റേഷ്യോ -2 ആണ്. ആൻഡ് ലാസ്റ്റ് കോളത്തിലെ കോമൺ റേഷ്യോ 3 ആണ്. സോ
ഇത് ക്ലിയർലി ഒരു വോണ്ടർമോണ്ടെ ഡിറ്റർമിനൻ്റ് ആണ്. സോ നമുക്ക് നേരത്തെ പോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇതാണ് ഇതിനകത്ത് വരുന്ന ഇതിനകത്ത് വരുന്ന കോളത്തിൻ്റെ എല്ലാം കോമൺ റേഷ്യോസ്. സോ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ 2ന് മുമ്പ് വരുന്ന -1 മാത്രമേ ഉള്ളൂ. സോ 2 ഇരുന്ന് -1 സബ്ട്രാക്ട് ചെയ്യുക. സോ 2 -1 ദറ്റ് ഈസ് 3 ഇൻറ്റു ഇനി 1ന് മുമ്പ് -1 ഉണ്ട് 2 ഉണ്ട്. സോ 1ൽ നിന്ന് രണ്ടും സബ്ട്രാക്ട് ചെയ്യണം. 1 - -1 വിൽ ബി 2 ഇൻറ്റു 1 - 2 വിൽ ബി -1 അഗെയിൻ ഇൻറ്റു ഇനി -2 ഇന്ന് -2ന് മുമ്പിൽ വരുന്ന എല്ലാവരെയും സബ്ട്രാക്ട് ചെയ്യുക. സോ -2 - -1 ദറ്റ് വിൽ ബി -1 -2 - 2 ദറ്റ് ഈസ് -4 -2 -1 -3 ഫൈനലി 3 ഇരുന്ന് എല്ലാവരെയും സബ്ട്രാക്ട് ചെയ്യുക. സോ 3 - -1 ഇസ് 4 ഇൻറ്റു 3 - 2 1 3 - 1 2 3 - -2 that will be 5. സോ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കിട്ടും. ആൻഡ് ഇറ്റ് ഈസ് 2880. സോ കറക്റ്റ് ഓപ്ഷൻ എ. അടുത്തത് ഐഡൻപൊട്ടൻറ്റ് മെട്രിക്സ്. ഒരു സ്ക്വയർ മെട്രിക്സിനെ നമ്മൾ ഐഡൻപൊട്ടൻറ്റ് എന്ന് പറയണമെങ്കിൽ A² എടുക്കുമ്പോൾ വീണ്ടും A തന്നെ വരണം. സോ ആ മെട്രിക്സിൻ്റെ സ്ക്വയർ വീണ്ടും അത് തന്നെയാണ് വരുന്നതെങ്കിൽ നമ്മളതിനെ ഐഡൻപൊട്ടൻറ്റ് മെട്രിക്സ് എന്ന് പറയും. നൾ മെട്രിക്സും ഐഡൻറ്റിറ്റി മെട്രിക്സും എല്ലാം അതിന് എക്സാമ്പിളാണ്. അത് രണ്ടും ഒബ്വിയസ് എക്സാമ്പിൾസ് ആണ്. കാരണം ഒരു മെട്രിക്സ് നൾ മെട്രിക്സ് ആണ് എങ്കിൽ അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നൾ മെട്രിക്സേ കിട്ടത്തുള്ളൂ. സോ അത് ഒരു ഐഡൻപൊട്ടൻറ്റ് മെട്രിക്സ് ആണ്. അതേപോലെ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഐയുടെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും I തന്നെ കിട്ടും. സോ Iയും ഐഡൻപൊട്ടൻറ്റ് മെട്രിക്സിന് ഒരു എക്സാമ്പിളാണ്. സോ ഒരുപാട് ഐഡൻപൊട്ടൻറ്റ് മെട്രിക്സുകളുണ്ട്. സോ അതിനകത്ത് രണ്ടുപേരാണ് നൾ മെട്രിക്സും ഐഡൻറ്റിറ്റി മെട്രിക്സും. അത് രണ്ടും വളരെ ഒബ്വിയസ് എക്സാമ്പിളാണ്. ഇപ്പം A ഈസ് ഈക്വൽ ടു എല്ലാ എൻട്രീസും 1 വരുന്നൊരു മെട്രിക്സ് എടുക്കുക. അത് ഐഡൻപൊട്ടൻ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു 2x2 മെട്രിക്സ് എടുക്കാം. ഓൾ എൻട്രീസ് 1. സോ ഞാൻ A² എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? A² എടുത്തു കഴിഞ്ഞാൽ എല്ലാ എൻട്രീസും 2 ആയിട്ട് മാറും. അതേസമയം എയുടെ ഓർഡർ 3x3 ആണെങ്കിലോ 1 1 1 1 1 1 1 1 1. അപ്പോൾ A² എന്ത് വരും? A² മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 3 3 3 3 3 3 3 3 3. സോ ഇൻ ജനറലി A ഒരു n/n മെട്രിക്സ് ആണ് വിത്ത് ഓൾ എൻട്രീസ് 1. ദെൻ A² എന്ന് പറയുന്നത് എല്ലാ എൻട്രീസും അപ്പോൾ n ആയിട്ട് മാറും. And that is equal to n into എല്ലാ എൻട്രീസും 1 വരുന്ന ഒരു മെട്രിക്സ് ആയിട്ട് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു n into A. സോ A എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ എല്ലാ എൻട്രീസും ഞാൻ 1 ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒരു n/n ഓർഡർ മെട്രിക്സ് ആണ്. എല്ലാ എൻട്രീസും 1 ആണ് എങ്കിൽ ദെൻ A² എന്ന് പറയുന്നത് കൃത്യം n/aക്ക് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ A ഐഡൻപൊട്ടൻറ്റ് മെട്രിക്സ് ആണെന്ന് പറയാൻ പറ്റില്ല. ബട്ട് നമ്മൾ 1/n into A ആണ് എടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? 1/n into A, ഈ A എന്ന് പറയുന്നത് എല്ലാ എൻട്രീസും 1 വരുന്ന ഒരു n/n മെട്രിക്സ് ആണ്. എങ്കിൽ ഞാനിപ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1/n² A² എന്ന് വരും. A എല്ലാ എൻട്രീസും 1 വരുന്നൊരു മെട്രിക്സ് ആണ്. സോ എയുടെ സ്ക്വയർ എന്തായിരിക്കും വരിക? എയുടെ സ്ക്വയർ n എന്ന് വരും. സോ ഒരു n ക്യാൻസലായി പോയിട്ട് എനിക്ക് വീണ്ടും 1/n into A എന്ന് പറഞ്ഞ് തന്നെ കിട്ടും. സോ 1/n എയുടെ സ്ക്വയർ വീണ്ടും 1/n A തന്നെ വരും. സോ 1/n A എന്ന് പറയുന്നത് ഒരു ഐഡൻപൊട്ടൻറ്റ് മെട്രിക്സ് ആണ്. സോ അതാണ് ഇവിടുത്തെ ആദ്യത്തെ പോയിൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദ n/n മെട്രിക്സ് 1/n A is idempotent if all the entries of A are 1. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു 2x2 മെട്രിക്സ് എടുക്കുകയാണ്. എല്ലാ എൻട്രീസും 1/2 വരുന്ന എല്ലാ എൻട്രീസും 1/2 വരുന്ന ഒരു 2x2 മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ക്ലിയർലി ഐഡൻപൊട്ടൻറ്റ്. A² തന്നെ വരും. അല്ലെങ്കിൽ എല്ലാ എൻട്രീസും 1/3 വരുന്ന ഒരു 3x3 മെട്രിക്സ് എടുത്താൽ അതും ഐഡൻപൊട്ടൻറ്റ് തന്നെ ആയിരിക്കും. സോ ഇൻ ജനറലി 1/n എൻട്രീസ് ആയിട്ട് വരുന്ന എല്ലാ എൻട്രീസും 1/n വരുന്ന ഒരു n/n മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ അത് ഐഡൻപൊട്ടൻറ്റ് മെട്രിക്സിൻ്റെ ഒരു എക്സാമ്പിളാണ്. സോ ദിസ് ഈസ് ഓൾസോ ഐഡൻപൊട്ടൻറ്റ്. ഇനി അടുത്ത പോയിന്റ്, A ഒരു ഐഡൻപൊട്ടൻറ്റ് മെട്രിക്സ് ആണ് എങ്കിൽ I - A ഒരു ഐഡൻപൊട്ടൻറ്റ് മെട്രിക്സ് ആണ്. സോ ഓൾറെഡി നമുക്കിപ്പോൾ കുറേ ഐഡൻപൊട്ടൻറ്റ് മെട്രിക്സ് കിട്ടി. സോ അതിൽ നിന്ന് നമുക്ക് വീണ്ടും ഇപ്പോൾ കുറേ ഐഡൻപൊട്ടൻറ്റ് മെട്രിക്സിനെ കൂടെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. സോ ഈ റിസൾട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. A ഐഡൻപൊട്ടൻ്റ് ആണ് എങ്കിൽ I - Aയും ഐഡൻപൊട്ടൻ്റ് ആയിരിക്കും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. I - A ഐഡൻപൊട്ടൻ്റ് ആണോ? I - A ഐഡൻപൊട്ടൻ്റ് ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ വീണ്ടും അത് തന്നെ വരണം. സോ I - A ദ ഹോൾ സ്ക്വയർ എടുത്താൽ എനിക്കിവിടെ ബൈനോമിയൽ എക്സ്പാൻഷൻ യൂസ് ചെയ്യാം. കാരണം എയും ഐയും കമ്മ്യൂട്ട് ചെയ്യുന്ന മെട്രിക്സുകളാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്
ബൈനോമിയൽ എക്സ്പാൻഷൻ യൂസ് ചെയ്യണമെങ്കിൽ ആ രണ്ട് മെട്രിക്സുകളും കമ്മ്യൂട്ട് ചെയ്യുന്ന മെട്രിക്സുകളായിരിക്കണം. സോ ഇവിടെ എയും ഐയും കമ്മ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് ദിസ് ഈസ് ഐ സ്ക്വയർ മൈനസ് 2a പ്ലസ് എ സ്ക്വയർ എന്ന് വരും. ഐ സ്ക്വയർ ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെയാണ്. സോ മൈനസ് 2a പ്ലസ് എ സ്ക്വയർ വീണ്ടും എ വരും, കാരണം എ ഐഡംപോർട്ടൻറ്റ് മെട്രിക്സ് ആയതുകൊണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഐ മൈനസ് എ എന്ന് തന്നെ വരും. സോ ഐ മൈനസ് എ ദ സ്ക്വയർ ഐ മൈനസ് എ വരുന്നത് കൊണ്ട് അത് ഐഡംപോർട്ടൻറ്റ് മെട്രിക്സ് ആണ്. സോ നമുക്ക് അത് മാത്രമല്ല, ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്. എ ഐഡംപോർട്ടൻ്റ് ആകുമ്പോൾ ഐ മൈനസ് എയും ഐഡംപോർട്ടൻ്റ് ആണ്. ഇനി നമ്മളിത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് പറ്റുമെന്ന് നോക്കിയേ. ആഡ് ചെയ്താൽ എനിക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. അതേസമയം ഇവർ രണ്ടുപേരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലോ, ഇവർ രണ്ടുപേരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് എ മൈനസ് എ സ്ക്വയർ എന്ന് വരും. എ സ്ക്വയർ എ തന്നെയാണ്. സോ എ മൈനസ് എ സീറോ മെട്രിക്സ് വരും. വിച്ച് മീൻസ് ദർ എക്സിസ്റ്റ് ടു ഐഡൻപോർട്ടൻറ്റ് മെട്രിക്സസ് ഫോർ വിച്ച് സം ഐഡൻറ്റിറ്റി മെട്രിക്സും വരും, പ്രോഡക്റ്റ് സീറോ മെട്രിക്സും വരും. അത്തരത്തിലുള്ള ഐഡൻപോർട്ടൻറ്റ് മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യും. അതിനൊരു എക്സാമ്പിളാണ് എയും 1 മൈനസ് എയും എടുത്താൽ മതി. ഇനി ഓൾറെഡി നമ്മൾ കുറേ ഐഡൻപോർട്ടൻറ്റ് മെട്രിക്സിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. എല്ലാ എൻട്രീസും 1/2 എടുക്കുന്ന ഒരു 2/2 മെട്രിക്സ് ഇതൊരു ഐഡൻപോർട്ടൻറ്റ് മെട്രിക്സ് ആണെന്ന് പറഞ്ഞു. സോ ഇത് ഐഡൻപോർട്ടൻറ്റ് മെട്രിക്സ് ആണ് എങ്കിൽ ഐ മൈനസ് എയും ഐഡൻപോർട്ടൻ്റ് ആയിരിക്കണം. സോ ഐ മൈനസ് എ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് 1001 മൈനസ് 1/2 1/2 1/2 1/2. So this is equal to 1/2 minus 1/2 minus 1/2 and 1/2, and this is again an idempotent matrix. So ഇതും idempotent matrix ആണ്. എനിക്ക് വേണമെങ്കിൽ 3/3 മെട്രിക്സ് വെച്ചിട്ടും ഇതണക്ക് ചെയ്യാം. സോ ഞാൻ ഒരു 3/3 മെട്രിക്സ് എടുക്കുകയാണ് വിത്ത് ഫുൾ എൻട്രീസ് 1/3. എല്ലാ എൻട്രീസും 1/3 വരുന്ന ഒരു 3/3 മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇത് ക്ലിയർലി ഐഡംപോർട്ടൻ്റ് ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. സോ ഇത് ഐഡംപോർട്ടൻ്റ് ആണ് എങ്കിൽ ഐ മൈനസ് എ ദറ്റ് ഈസ് ഐഡൻറ്റിറ്റി മെട്രിക്സ് 1 0 0 0 1 0 0 0 1 മൈനസ് ദിസ് മെട്രിക്സ് ഇതും ഒരു ഐഡംപോർട്ടൻ്റ് മെട്രിക്സ് ആയിരിക്കും. സോ 1 മൈനസ് 1/3 ഈസ് 2/3 മൈനസ് 1/3 മൈനസ് 1/3 മൈനസ് 1/3 2/3 മൈനസ് 1/3 മൈനസ് 1/3 മൈനസ് 1/3 2/3. സോ ഇതും ഒരു ഐഡംപോർട്ടൻറ്റ് മെട്രിക്സ് തന്നെയാണ്. സോ ഇപ്പോൾ തന്നെ നമുക്ക് കുറേ ഐഡംപോർട്ടൻറ്റ് മെട്രിക്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി എയും ബിയും ഐഡംപോർട്ടൻ്റ് ആണ് എങ്കിൽ വാട്ട് അബൌട്ട് ദെയർ സം? അവരുടെ സമ്മ് ഐഡംപോർട്ടൻ്റ് ആയിരിക്കുമോ? നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ നോക്കാം. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുക്കാം. ഞാൻ 2/2 മെട്രിക്സ് ആണ്. എല്ലാ എൻട്രീസും ഞാൻ 1/2 എടുക്കാം. നമുക്ക് ഓൾറെഡി അറിയാം അതൊരു ഐഡംപോർട്ടൻറ്റ് മെട്രിക്സ് ആണെന്ന്. ഓക്കെ, ബി ആയിട്ട് ഞാൻ അതേ മെട്രിക്സ് തന്നെ വീണ്ടും എടുക്കാം. 1/2 1/2 1/2 1/2. നൗ വാട്ട് ഈസ് എ പ്ലസ് ബി? എ പ്ലസ് ബി എടുത്തു കഴിഞ്ഞാൽ അത് 1 1 1 1 എന്ന് കിട്ടും. നമുക്കറിയാം ഇത് ഐഡംപോർട്ടൻറ്റ് മെട്രിക്സ് അല്ല, കാരണം എൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 2 2 2 2 എന്നാണ് വരുന്നത്. സോ എ പ്ലസ് ബി നീഡ് നോട്ട് ബി ഐഡംപോർട്ടൻറ്റ് മെട്രിക്സ്. സോ എയും ബിയും ഐഡംപോർട്ടൻ്റ് ആയെന്ന് വെച്ച് എ പ്ലസ് ബി ഐഡംപോർട്ടൻ്റ് ആകണമെന്ന് നിർബന്ധമില്ല. ഇനി എയും ബിയും ഐഡംപോർട്ടൻ്റ് ആയിക്കഴിഞ്ഞാൽ എ പ്ലസ് ബി എപ്പോഴെങ്കിലും ഐഡംപോർട്ടൻ്റ് ആകുമോ? എന്താണ് എ പ്ലസ് ബി ഐഡംപോർട്ടൻ്റ് ആകണമെങ്കിൽ വേണ്ട കണ്ടീഷൻ നോക്കാം നമുക്ക്. എയും ബിയും ഐഡംപോർട്ടൻ്റ് ആണ്. അപ്പോൾ എ സ്ക്വയർ എ വരും, ബി സ്ക്വയർ എന്തും വരും, ബിയും വരും. സോ എനിക്കറിയേണ്ടത് എ പ്ലസ് ബി ഐഡംപോർട്ടൻ്റ് ആകുമോ? ആകണമെങ്കിൽ എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? എയും ബിയും എന്തെങ്കിലും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എ പ്ലസ് ബി ഐഡംപോർട്ടൻ്റ് ആകുമോ? സപ്പോസ് എ പ്ലസ് ബി ഐഡംപോർട്ടൻ്റ് ആയി കഴിഞ്ഞാൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് വീണ്ടും എ പ്ലസ് ബി തന്നെ വരും. ഇത് എക്സ്പാൻഡ് ചെയ്താൽ എ സ്ക്വയർ പ്ലസ്, ഇവിടെ ബൈനോമിയൽ എക്സ്പാൻഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം എയും ബിയും കമ്മ്യൂട്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. സോ അതുകൊണ്ട് എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി എ പ്ലസ് ബി സ്ക്വയർ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വെച്ച് ടേം ബൈ ടേം മൾട്ടിപ്ലൈ ആനേ പറ്റൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. നൗ എയും ബിയും ഐഡംപോർട്ടൻ്റ് ആയതുകൊണ്ട് എ സ്ക്വയർ എ തന്നെ വരും. സോ ദിസ് ഈസ് എ ബി പ്ലസ് ബി എ പ്ലസ് ബി സ്ക്വയർ ബി തന്നെ വരും, കാരണം ബിയും ഐഡംപോർട്ടൻ്റ് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് എ എന്ന് പറയുന്ന മെട്രിക്സ് ക്യാൻസൽ ചെയ്ത് പോവും, ബി ക്യാൻസൽ ചെയ്ത് പോവും, ആൻഡ് വി ഗെറ്റ് എ ബി പ്ലസ് ബി എ എന്ന് പറയുന്നത് സീറോ മെട്രിക്സ്. സോ എ ബി പ്ലസ് ബി എ സീറോ ആണ് എങ്കിൽ എ ബി വിൽ ബി ഈക്വൽ ടു മൈനസ് ബി എ. സോ എ ബി മൈനസ് ബി എക്ക് ഈക്വൽ ആണെങ്കിൽ അപ്പോൾ എ പ്ലസ് ബിയും ഐഡംപോർട്ടൻ്റ് ആയിരിക്കും. എ ബി മൈനസ് ബി എക്ക് ഈക്വൽ ആയി കഴിഞ്ഞാൽ നമ്മൾ പറയും എയും ബിയും ആൻറ്റി കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന്. സോ എയും ബിയും ഐഡംപോർട്ടൻ്റ് മെട്രിക്സ് ആയിട്ട് അവർ രണ്ടുപേരും ആൻറ്റി കമ്മ്യൂട്ടേറ്റീവ് കൂടാണ് എങ്കിൽ അപ്പോൾ എ പ്ലസ് ബിയും ഐഡംപോർട്ടൻ്റ് ആയിട്ട് മാറും. വേണമെങ്കിൽ നമുക്കിതിൽ നിന്ന് കുറച്ചുകൂടെ
ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. ഇപ്പം ഇവിടെ എ ബി പ്ലസ് ബി എ സീറോ മെട്രിക്സ് വരും. എ ബിയും ബി എയും സീറോ മെട്രിക്സ് ആകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിർബന്ധമില്ല. ഇപ്പോൾ രണ്ടുപേരുടെ സമ്മ് സീറോ മെട്രിക്സ് വന്നു എന്ന് വെച്ച് രണ്ടുപേരും സീറോ ആകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കേസിൽ അത് ആകണമെന്ന് നിർബന്ധമില്ല. ബട്ട് ഈ കേസിൽ എ ബിയുടെയും ബി എയുടെയും സമ്മ് സീറോ ആണ്. മോറോവർ എ ബിയും സീറോ മെട്രിക്സ് ആണ്, ബി എയും സീറോ മെട്രിക്സ് ആണെന്ന് എനിക്ക് ഫർദർ ഇതിൽ നിന്ന് തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റും. എപ്പോഴും അതങ്ങനെ വരില്ല. ഇവിടെ എയും ബിയും ഐഡംപോർട്ടൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് അതുകൂടെ പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. സോ അതെങ്ങനെ പ്രൂവ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു എക്സ്പ്രഷനെ എ കൊണ്ട് ലെഫ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് പറ്റും? എ കൊണ്ട് ലെഫ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്താൽ അത് എ സ്ക്വയർ ബി പ്ലസ് എ ബി എ എന്ന് വരും ഈക്വൽ ടു 0. എ സ്ക്വയർ ബി, എ സ്ക്വയർ എ തന്നെയാണ് കാരണം എ ഐഡംപോർട്ടൻ്റ് ആയതുകൊണ്ട്. സോ എ ബി പ്ലസ് എ ബി എ ഈക്വൽ 0 എന്ന് വരും. എഗെയിൻ ഞാൻ എ കൊണ്ട് റൈറ്റിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ബിക്കംസ് എ ബി എ പ്ലസ് ബി എ സ്ക്വയർ ഈക്വൽ 0 എന്ന് വരും. റൈറ്റ് സൈഡിൽ നിന്നാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ. സോ ദിസ് ഈസ് എ ബി എ പ്ലസ് ബി എ സ്ക്വയർ എന്ന് പറയുന്നത് എ തന്നെയാണ്. സോ ഈക്വൽ ടു 0. ഇപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ എന്ത് പറ്റും? എ ബി എയുടെ ടേം കട്ടായി പോകും. ആൻഡ് വി വിൽ ഗെറ്റ് എ ബി മൈനസ് ബി എ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ എ ബി ഈക്വൽ ടു ബി എന്ന് കിട്ടും. സോ ഓൾറെഡി എ ബിയും ബി എയും ആൻറ്റി കമ്മ്യൂട്ടേറ്റീവ് ആയിരുന്നു. ഇപ്പോൾ എ ബിയും ബി എയും കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതായത് എ ബി മൈനസ് ബി എക്കും ഈക്വൽ ആണ്, എ ബി ബി എക്കും ഈക്വൽ ആണ്. അതിനൊരു വഴിയേ ഉള്ളൂ, എ ബി സീറോ മെട്രിക്സ് ആകണം. എന്നാൽ മാത്രമേ അത് സംഭവിക്കൂ. സോ എ ബി സീറോ മെട്രിക്സ് ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ബി എയും എന്താണെന്ന് പറയാം? സീറോ മെട്രിക്സ് ആണെന്ന് പറയാം. സോ എ ബിയും ബി എയും സീറോ മെട്രിക്സ് ആണ് എങ്കിൽ എ പ്ലസ് ബിയും ഐഡംപോർട്ടൻ്റ് ആയിട്ട് മാറും. അടുത്തത് എയും ബിയും ഐഡംപോർട്ടൻ്റ് ആണ് എങ്കിൽ ദെൻ വാട്ട് അബൌട്ട് ദെയർ പ്രോഡക്റ്റ്? അവരുടെ പ്രോഡക്റ്റ് ഐഡംപോർട്ടൻ്റ് ആയിരിക്കും. നമുക്ക് ഇത് ആദ്യമേ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ നോക്കാം. എ എന്ന് പറയുന്നൊരു മെട്രിക്സ് വേണം, ഐഡംപോർട്ടൻ്റ് ആയിട്ടുള്ള മെട്രിക്സ് ആണ് വേണ്ടത്. സോ ഞാൻ 1 0 0 0 എടുക്കാം. ഇത് ക്ലിയർലി ഐഡംപോർട്ടൻ്റ് മെട്രിക്സ് ആണ്. കാരണം ഞാൻ എ സ്ക്വയർ എടുത്താൽ എന്ത് വരും? എ സ്ക്വയർ വിൽ ബി 1 0 0 0 ഇൻറ്റു 1 0 0 0 ദറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്താൽ 1 0 0 0. സോ വീണ്ടും എ തന്നെ വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ക്ലിയർലി ഐഡംപോർട്ടൻ്റ് മെട്രിക്സ്. സോ ഇത് ഐഡംപോർട്ടൻ്റ് മെട്രിക്സ് ആണ്. സോ ബി ആയിട്ട് ഞാൻ എല്ലാ എൻട്രീസും 1/2 വരുന്ന മെട്രിക്സ് എടുക്കാം. നമുക്ക് ഓൾറെഡി അറിയാം അതൊരു ഐഡംപോർട്ടൻ്റ് മെട്രിക്സ് ആണ്. സോ ഇപ്പോൾ വാട്ട് ഈസ് എ ബി? എ ബി ഞാൻ എടുത്തു കഴിഞ്ഞാൽ 1 0 0 0 ഇൻറ്റു 1/2 1/2 1/2 1/2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ 1/2 വരും. ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്യുമ്പോഴും 1/2 വരും. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 0 0. സോ ഇതാണ് എ ബി. നമുക്ക് എ ബി ഐഡംപോർട്ടൻ്റ് ആണോ എന്ന് അറിയണം. അതിന് എ ബിയുടെ സ്ക്വയർ എടുത്ത് നോക്കിയാൽ മതി. എ ബിയുടെ സ്ക്വയർ എടുത്താൽ 1/2 1/2 0 0 ഇൻറ്റു 1/2 1/2 0 0. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്താൽ വി വിൽ ഗെറ്റ് 1/4. ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്താലും 1/4 വരും. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 0 0. സോ വീണ്ടും എനിക്ക് എ ബി കിട്ടുന്നില്ല. സോ എ ബി നീഡ് നോട്ട് ബി ഐഡംപോർട്ടൻ്റ്. സോ എയും ബിയും ഐഡംപോർട്ടൻ്റ് ആണെന്ന് വെച്ച് എ ബി ഐഡംപോർട്ടൻ്റ് ആകണമെന്ന് നിർബന്ധമില്ല. ഇനി എപ്പോഴെങ്കിലും എ ബി ഐഡംപോർട്ടൻ്റ് ആകുമോ? എയും ബിയും ഐഡംപോർട്ടൻ്റ് ആണ്. എ ബി ഐഡംപോർട്ടൻ്റ് ആകണമെങ്കിൽ എ ബി ദ ഹോൾ സ്ക്വയർ വീണ്ടും എന്ത് തന്നെ വരണം? എ ബി തന്നെ വരണം. എ ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ആക്ച്വലി എ ബി ഇൻറ്റു എ ബി ആണ്. സപ്പോസ് എയും ബിയും കമ്മ്യൂട്ട് ചെയ്യുന്ന മെട്രിക്സുകളാണെങ്കിലോ? എയും ബിയും കമ്മ്യൂട്ട് ചെയ്യുന്ന മെട്രിക്സുകളാണെങ്കിൽ എനിക്ക് ഈ ബി എ തിരിച്ച് എ ബി എന്ന് എഴുതാം. സോ ദാറ്റ് ഇത് എ ബി ബി എന്നാകും. സോ എ ഇൻറ്റു എ സ്ക്വയർ ബി സ്ക്വയറിന് ഈക്വൽ ആകും. എയും ബിയും ഐഡംപോർട്ടൻ്റ് ആയതുകൊണ്ട് എ സ്ക്വയർ എയും വരും, ബി സ്ക്വയർ ബിയും വരും. എ ബിയുടെ സ്ക്വയർ വീണ്ടും എ ബി തന്നെ കിട്ടും. അതിനർത്ഥം എയും ബിയും കമ്മ്യൂട്ട് ചെയ്യുന്ന മെട്രിക്സുകളാണ് എങ്കിൽ എ ബിയും ഐഡംപോർട്ടൻ്റ് ആയിരിക്കും. അതായത് എ ഐഡംപോർട്ടൻ്റ് ആയിരിക്കണം, ബി ഐഡംപോർട്ടൻ്റ് ആയിരിക്കണം, എ ബി ബി എ ഈക്വൽ ആയിരിക്കണം. എങ്കിൽ എ ബി ഐഡംപോർട്ടൻ്റ് ആയിട്ട് മാറും. എ ഒരു ഐഡംപോർട്ടൻ്റ് മെട്രിക്സ് ആണ് എങ്കിൽ ദെൻ എ റൈസ് ടു എൻ ഇസ് ഓൾസോ ഐഡംപോർട്ടൻ്റ്. സോ എ ഐഡംപോർട്ടൻ്റ് ആണെങ്കിൽ എ റൈസ് ടു എന്നും ഐഡംപോർട്ടൻ്റ് ആയിരിക്കും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എ ഐഡംപോർട്ടൻ്റ് ആണ് എങ്കിൽ എ സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? എക്ക് ഈക്വൽ ആയിരിക്കും. സോ എ റൈസ് ടു എൻ ഐഡംപോർട്ടൻ്റ് ആകണമെങ്കിൽ എ റൈസ് ടു എൻ വീണ്ടും എ റൈസ് ടു എൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് വീണ്ടും എ റൈസ് ടു എന്നിന് തന്നെ ഈക്വൽ ആയിരിക്കണം. സോ എ റൈസ് ടു എൻ്റെ സ്ക്വയറിന് നമുക്ക് എ സ്ക്വയർ ദ ഹോൾ റൈസ് ടു എൻ എന്ന് എഴുതാം.
എ ഐഡൻപൊട്ടൻ്റ് ആയതുകൊണ്ട് എ സ്ക്വയർ എ ആയിട്ട് മാറും. സോ വീണ്ടും അത് എ റൈസ് ടു എന്നിന് തന്നെ ഈക്വൽ ആണെന്ന് മനസ്സിലാവും. സോ ഒരു ഐഡൻപൊട്ടൻ്റ് മെട്രിക്സിൻ്റെ പവേഴ്സ് എല്ലാം എഗെയിൻ ഐഡൻപൊട്ടൻ്റ് തന്നെയാണ്. എ ബി എയും ബി എ ബിയും വരുന്ന രണ്ട് മെട്രിക്സുകളാണ് എയും ബിയും എങ്കിൽ എയും ബിയും ഐഡൻപൊട്ടൻ്റ് ആയിരിക്കും. സോ എ ബി എയും ബി എ ബിയും ആണ് വരുന്നതെങ്കിൽ we need to show that A and B are idempotent. സോ നമുക്ക് എ സ്ക്വയർ എന്താണെന്ന് നോക്കാം. എ സ്ക്വയർ എന്ന് പറയുന്നത് എ ഇൻറ്റു എ ആണ്. ഓൾറെഡി എ ബി എക്ക് ഈക്വൽ ആണ്. സോ എക്ക് പകരം എനിക്ക് എ ബി എന്ന് എഴുതാം. സോ ഈ രണ്ട് എക്ക് പകരവും ഞാൻ എ ബി എന്ന് എഴുതാണ്. സോ എ ബി അഗെയിൻ എ ബി. നൗ ദിസ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി എ ബി, ദറ്റ് ഈസ് എ ഇൻറ്റു ബി എ എന്താണ്, ബി എന്ന് പറയുന്നത് ബിക്ക് ഈക്വൽ ആണ്. സോ ബി ഇൻറ്റു ബി എന്ന് വരും. സോ എഗെയിൻ എ ബി എന്തിന് ഈക്വൽ ആണ്? ദിസ് ഇസ് എ ബി ഇൻറ്റു ബി. സോ എ ബി എക്ക് ഈക്വൽ ആണ്. സോ എ ബി എന്ന് വരും. എഗെയിൻ എ ബി എക്ക് ഈക്വൽ ആണ്. സോ എ സ്ക്വയർ ഇപ്പോൾ എക്ക് ഈക്വൽ ആയിട്ട് മാറി. സോ എ ഐഡംപൊട്ടൻ്റ് ആണെന്ന് പറയാം. ഇതേപോലെ തന്നെ നമുക്ക് ബിയും ഐഡംപൊട്ടൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാം. ബി സ്ക്വയറിനെ നമുക്ക് ബി ഇൻറ്റു ബി എന്ന് എഴുതാം. ഇനി ബിക്ക് പകരം നമുക്ക് ബി എ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം, കാരണം ബി എ ബി ആണ്. സോ ബിക്ക് പകരം ബി എ, ഇവിടെയും ബിക്ക് പകരം ബി എ റീപ്ലേസ് ചെയ്യുക. നൗ ദിസ് ഇസ് ബി എ ബി എ, ദാറ്റ് ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എ ബി എന്താണ്, എ ബി എന്ന് പറയുന്നത് എ ആണ്. സോ എ എന്ന് വരും. എഗെയിൻ ബി എ എന്ന് പറയുന്നത് ബി ആണ്. സോ ബി എ, എഗെയിൻ ബി എ എന്ന് പറയുന്നത് ബിക്ക് ഈക്വൽ ആണ്. സോ എ സ്ക്വയർ എയും വരും, ബി സ്ക്വയർ ബിയും വരും. എയും ബിയും ഐഡൻപൊട്ടൻ്റ് മെട്രിക്സ് ആണെന്ന് പറയാം. അതായത് എയും ബിയും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നവരാണ് എങ്കിൽ, എ ബി എയും ബി എ ബിയും ആണ് വരുന്നത് എങ്കിൽ എയും ബിയും ഐഡൻപൊട്ടൻ്റ് മെട്രിക്സ് ആയിരിക്കും. ബട്ട് ഇതിൻ്റെ കോൺവേർട്സ് ട്രൂ ആകണമെന്നില്ല. ഇപ്പം നമുക്ക് ഏതെങ്കിലും രണ്ട് ഐഡൻപൊട്ടൻ്റ് മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ എ ബി എയും ബി എ ബിയും വരണമെന്ന് നിർബന്ധമില്ല. അത് നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ട് ഐഡൻപൊട്ടൻ്റ് മെട്രിക്സ് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഐഡൻപൊട്ടൻ്റ് മെട്രിക്സ് ഡസൻ സാറ്റിസ്ഫൈ ദിസ് കണ്ടീഷൻ. ബട്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നവരെല്ലാം ഐഡൻപൊട്ടൻ്റും ആയിരിക്കും. അടുത്തത് എ ഐഡൻപൊട്ടൻ്റ് ആണ് എങ്കിൽ വാട്ട് അബൌട്ട് ദി ഡിറ്റർമിനൻ്റ് ഓഫ് എ? എയുടെ ഡിറ്റർമിനൻ്റിനെ കുറിച്ച് എന്ത് പറയാം? എ ഐഡൻപൊട്ടൻ്റ് ആണ് എങ്കിൽ നമുക്കറിയാം എ സ്ക്വയർ എ തന്നെ വരും. സോ ഡിറ്റർമിനൻ്റ് ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് എക്ക് തന്നെ ഈക്വൽ ആകും. ദാറ്റ് ഇസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ സ്ക്വയർ മൈനസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ സീറോയ്ക്ക് ഈക്വൽ ആകും. സോ ഇതിന് ഡിറ്റർമിനൻ്റ് ഓഫ് എ കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിറ്റർമിനൻ്റ് എ മൈനസ് 1 ദറ്റ് ഈസ് ഈക്വൽ ടു 0. സോ ഒന്നെങ്കിൽ ഡിറ്റർമിനൻ്റ് എ 0 എന്ന് വരും, അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. സോ ഐഡൻപൊട്ടൻ്റ് മെട്രിക്സിൻ്റെ എല്ലാം ഡിറ്റർമിനൻ്റ് 0യോ 1ഓ ആയിരിക്കും. 0യും 1ഉം ഡിറ്റർമിനൻ്റ് വരുന്നവരെല്ലാവരും ഐഡൻപൊട്ടൻ്റ് ആകണമെന്നില്ല. ബട്ട് നമ്മൾ ഏതൊരു ഐഡൻപൊട്ടൻ്റ് മെട്രിക്സ് എടുത്താലും അതിൻ്റെ ഡിറ്റർമിനൻ്റ് 0യോ 1ഓ ആയിരിക്കും. ഇപ്പോൾ ഒരു മെട്രിക്സ് ഐഡൻപൊട്ടൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ അതിൻ്റെ ഡിറ്റർമിനൻ്റ് ചെക്ക് ചെയ്ത് നോക്കി. ഡിറ്റർമിനൻ്റ് 0യും 1ഉം അല്ല എങ്കിൽ അപ്പോൾ ഇനി അത് ഐഡൻപൊട്ടൻ്റ് ആകാൻ ഒരു സാധ്യതയുമില്ല. സോ ഐഡൻപൊട്ടൻ്റ് മെട്രിക്സ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം വെച്ചിട്ടത് ചെക്ക് ചെയ്യാൻ പറ്റും. കാരണം ഐഡൻപൊട്ടൻ്റ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ഐദർ 0 ഓർ 1 ആയിരിക്കും. How many diagonal matrix of order n are idempotent? n ഓർഡറിലുള്ള എത്ര ഡയഗണൽ മെട്രിക്സസ് ഐഡൻപൊട്ടൻ്റ് ആണ്? സോ നമുക്ക് നോക്കാം. നമുക്കൊരു ഡയഗണൽ മെട്രിക്സ് എടുക്കാം. സോ ഡയഗണൽ എൻട്രീസ് മാത്രമേ കാണത്തുള്ളൂ. ലെറ്റ് ദ ഡയഗണൽ എൻട്രീസ് ബി d1 d2 എക്സെട്ര dn. സോ ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ് എന്നിരിക്കട്ടെ. സോ എ ഐഡൻപൊട്ടൻ്റ് ആകണമെങ്കിൽ എ സ്ക്വയറിന് ഈക്വൽ ആകണം. ഞാൻ എ സ്ക്വയർ എടുത്താൽ എന്ത് പറ്റും? ഡയഗണൽ മെട്രിക്സിനെ സ്ക്വയർ ചെയ്യാൻ എളുപ്പമാണ്. ഡയഗണൽ എൻട്രീസിനെ മാത്രം സ്ക്വയർ ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി എൻട്രീസ് എല്ലാം 0 തന്നെ ആയിരിക്കും. സോ എക്സെട്ര dn സ്ക്വയർ. ഓക്കെ. സോ എ സ്ക്വയറും എയും ഈക്വൽ ആയാലേ എ ഐഡൻപൊട്ടൻ്റ് ആകത്തുള്ളൂ. എ സ്ക്വയറും എയും ഈക്വൽ ആകണമെങ്കിൽ ഇപ്പം d1 എന്ന് പറയുന്നത് d1 സ്ക്വയറിന് ഈക്വൽ ആകേണ്ടി വരും. d2 എന്ന് പറയുന്നത് d2 സ്ക്വയറിന് ഈക്വൽ ആകേണ്ടി വരും. എക്സെട്ര dn എന്ന് പറയുന്നത് dn സ്ക്വയറിന് ഈക്വൽ ആകേണ്ടി വരും. ഇനി d1 ഈക്വൽ ടു d1 സ്ക്വയർ ആണെങ്കിൽ നമുക്ക് പറയാം d1 സ്ക്വയർ മൈനസ് d1 0 ആയിരിക്കും. അതിൽ നിന്ന് d1 ഇൻറ്റു d1 മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ അതിൽ നിന്ന് d1 ഈക്വൽ ടു 0 ഓർ 1 എന്ന് കിട്ടും. സോ d1ൻ്റെ വാല്യൂ 0യോ 1ഓ പറ്റത്തുള്ളൂ. അതേപോലെ d2യുടെ വാല്യൂവും എന്തായിരിക്കണം? 0 ഓർ 1 ആയിരിക്കണം. എക്സെട്ര dnൻ്റെ വാല്യൂവും 0 ഓർ 1 ആയിരിക്കണം. സോ ഈ ഡയഗണലിൽ വരുന്ന ഓരോ എൻട്രീസും 0 ഓർ 1 വന്നാൽ മാത്രമേ എ സ്ക്വയർ എക്ക് ഈക്വൽ ആകൂ. ഒരു ഡയഗണൽ മെട്രിക്സ് ഐഡൻപൊട്ടൻ്റ് ആകണമെങ്കിൽ ഡയഗണലിൽ വരുന്ന എല്ലാ എൻട്രീസും 0യോ 1ഓ ആകും. സോ എത്ര ഡയഗണൽ മെട്രിക്സുകൾ ഇതുപോലെ കാണും? സോ ഈ ഡയഗണലിലെ ഈ എൻട്രി എനിക്ക് 0യോ 1ഓ ചൂസ് ചെയ്യാം.
സോ ഇത് ചൂസ് ചെയ്യാൻ എനിക്ക് രണ്ട് വൈസ് ഉണ്ട്. 0 or 1 ചൂസ് ചെയ്യാം. ഇവിടെയും എനിക്ക് 0 or 1 ചൂസ് ചെയ്യാം, എക്സെട്ര. ഇവിടെയും 0 or 1 ചൂസ് ചെയ്യാം. സോ ഓരോ എൻട്രീസും ചൂസ് ചെയ്യാനായിട്ട് എനിക്ക് 2 വൈസ് ഉണ്ട്. ഡയഗണലിൽ മൊത്തം n എൻട്രീസ് ഉണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് വൈസ് ഇസ് 2 into 2 into 2 into എക്സെട്ര 2 n ടൈംസ് വരും. സോ ദാറ്റ് ഈസ് 2 raised to n. സോ കറക്റ്റ് ആൻസർ 2 raised to n ഡയഗണൽ മെട്രിക്സ് ഉണ്ട് ഐഡംപോർട്ടൻ്റ് ആയിട്ടുള്ള. How many diagonal complex matrices of order n satisfies a raised to 5 equal to a? How many of them are real? a raised to 5 a satisfy ചെയ്യുന്ന കോംപ്ലക്സ് ഡയഗണൽ മെട്രിക്സുകൾ എത്രണ്ണമുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കോംപ്ലക്സ് മെട്രിക്സ് ആയതുകൊണ്ട് നമുക്ക് എൻട്രീസ് കോംപ്ലക്സ് നമ്പേഴ്സ് ആകാം. അതുമാത്രമല്ല എ ഒരു ഡയഗണൽ മെട്രിക്സ് ആണ് എങ്കിൽ എയുടെ ഡയഗണൽ എൻട്രീസ് എ d1 d2 എക്സെട്ര dn ആണെന്നിരിക്കട്ടെ. സോ എ റൈസ് ടു 5 എന്തായിരിക്കും? ഡയഗണൽ മെട്രിക്സ് ആയതുകൊണ്ട് പവർ എടുക്കാൻ എളുപ്പമാണ്. ഡയഗണൽ എൻട്രീസിനെ മാത്രം പവർ ചെയ്താൽ മതി. സോ d1 റൈസ് ടു 5 d2 റൈസ് ടു 5 എക്സെട്ര dn റൈസ് ടു 5 എന്ന് വരും. ഇനി എയും എ റൈസ് ടു 5ഉം ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? d1 റൈസ് ടു 5 d1ന് ഈക്വൽ ആകേണ്ടി വരും. d2 റൈസ് ടു 5 d2ന് ഈക്വൽ ആകേണ്ടി വരും. ആൻഡ് സോ ഓൺ dn റൈസ് ടു 5 dnന് ഈക്വൽ ആകേണ്ടി വരും. സോ d1 റൈസ് ടു 5 ഈക്വൽ ടു d1 മീൻസ് d1 ഇൻറ്റു d1 റൈസ് ടു 4 മൈനസ് 1 ഈക്വൽ ടു 0. സോ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് d1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അല്ലെങ്കിൽ d1 റൈസ് ടു 4 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. d1 റൈസ് ടു 4 1 വരുന്ന ഫോർത്ത് പവർ 1 വരുന്ന 4 നമ്പേഴ്സാണുള്ളത്. ഒന്ന് 1 -1 i -i ഇവർ 4 പേരുമാണ്. റൈസ് ടു 4 എടുക്കുമ്പോൾ 1 വരുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ ഫോർത്ത് റൂട്ട് ഓഫ് യൂണിറ്റി. സോ മൊത്തത്തിൽ 5 പേരെ എനിക്ക് d1 ആയിട്ട് ചൂസ് ചെയ്യാം. d1 0യോ അല്ലെങ്കിൽ 1ഓ -1ഓ iയോ -iയോ ആയിരിക്കണം. സോ ഈ d1 ചൂസ് ചെയ്യാൻ എനിക്ക് 5 വൈസ് ഉണ്ട്. സോ d2 ചൂസ് ചെയ്യാനും എനിക്ക് 5 വൈസ് ഉണ്ട് എക്സെട്ര. ഈ dn ചൂസ് ചെയ്യാനും 5 വൈസ് ഉണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് മെട്രിസസ് എന്ന് പറയുന്നത് 5 into 5 into 5 into എക്സെട്ര 5 n ടേംസ് വരും. സോ 5 raised to n. സോ ഇത് ഇത്രയും കോംപ്ലക്സ് മെട്രിക്സിൻ്റെ കേസാണ്. ഇനി റിയൽ ഹൗ മെനി ഓഫ് ദം ആർ റിയൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റിയൽ എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് ഐയും -iയും ചൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഐയും -iയും ഞാൻ എൻട്രി ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോംപ്ലക്സ് മെട്രിക്സ് ആയി പോകും. സോ റിയൽ മെട്രിക്സ് ആകുമ്പോൾ എൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് 0 ചൂസ് ചെയ്യാം, 1 ചൂസ് ചെയ്യാം, -1 ചൂസ് ചെയ്യാം. സോ 3 വൈസ് മാത്രമേ കാണത്തുള്ളൂ. സോ d1 ചൂസ് ചെയ്യാൻ 3 വൈസ് കാണും, d2ന് 3 വൈസ് കാണും എക്സെട്ര. dn ചൂസ് ചെയ്യാനും 3 വൈസ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 raised to n. So how many complex matrices of order n satisfies a raised to 5 equal to എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 raised to n മെട്രിസസ് കാണും. അതേസമയം how many of them are real എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 raised to n ആണ് റിയൽ ആണ് അതിനകത്ത്. അടുത്തൊരു പ്രോബ്ലം. എ സ്ക്വയർ എക്ക് ഈക്വൽ ആണ് ആൻഡ് എ റൈസ് ടു കെ ഈക്വൽ ടു എ ഇസ് ട്രൂ ഫോർ. എ സ്ക്വയർ എക്ക് ഈക്വൽ ആണ് എങ്കിൽ എന്തായിരിക്കും എ ക്യൂബ്? എ ക്യൂബ് എന്ന് പറയുന്നത് എ സ്ക്വയർ ഇൻറ്റു എ ആണ്. ബട്ട് എ സ്ക്വയർ എക്ക് ഈക്വൽ ആയതുകൊണ്ട് ഇത് എ ഇൻറ്റു എ എന്നാകും. എ സ്ക്വയർ എന്ന് വരും. എഗെയിൻ എ സ്ക്വയർ എക്ക് ഈക്വൽ ആയതുകൊണ്ട് ഇതിനെ എ എന്ന് തന്നെ എഴുതാം. ഇനി എ റൈസ് ടു 4 എന്ത് വരും? ഓൾറെഡി എ ക്യൂബ് എ ആണ്. സോ ദിസ് ഇസ് എ ക്യൂബ് ഇൻറ്റു എ. എ ക്യൂബിൻ്റെ വാല്യൂ എ ആണ്. സോ എ ഇൻറ്റു എ സ്ക്വയർ വരും. എ സ്ക്വയർ വീണ്ടും എ തന്നെ വരും. സോ വൺസ് എ സ്ക്വയർ എ വന്നു കഴിഞ്ഞാൽ എയുടെ എല്ലാ പവേഴ്സും എന്ത് തന്നെ വരും? എ തന്നെ വരും. സോ എയുടെ ഏത് പവേഴ്സ് ഇൻക്ലൂഡിങ് എ റൈസ് ടു 1 എടുത്താലും ദാറ്റ് ഈസ് സെയിം ഈക്വൽ ടു എ ഇറ്റ് സെൽഫ്. സോ ഫോർ ഓൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 കറക്റ്റാണ്. ഫോർ ഓൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2ഉം കറക്റ്റാണ്. സോ എ റൈസ് ടു കെ എ വരണമെങ്കിൽ എല്ലാ കേക്കും, ചുരുക്കി പറഞ്ഞാൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സ് കേക്കും ആണ്. സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയവർക്കും അത് ശരിയാണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയവർക്കും ശരിയാണ്. ബട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഒള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് മുമ്പുള്ളവർക്കും അത് ട്രൂ ആണ്. സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഒള്ളി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇത് രണ്ടുമാണ് കറക്റ്റ് ഓപ്ഷൻസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. എ എന്ന് പറയുന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. നമുക്ക് എ റൈസ് ടു എൻ കണ്ടുപിടിക്കണം. സോ നമുക്ക് എങ്ങനെ എ റൈസ് ടു എൻ കണ്ടുപിടിക്കാം? ഇവിടെ ഞാൻ ഈ മെട്രിക്സ് നോക്കിക്കഴിഞ്ഞാൽ അത് കുറേ എൻട്രീസ് 1/3 ആണ്. ഈ ഡയഗണലിൽ മാത്രമേ 7/3 വരുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഈ ഡയഗണൽ കൂടെ അങ്ങ് 1/3 ആകാം. ഡയഗണൽ കൂടെ 1/3 ആയിക്കഴിഞ്ഞാൽ എല്ലാ എൻട്രീസും 1/3 വരും. നമുക്കറിയാം എല്ലാ എൻട്രീസും 1/3 വരുന്ന ഒരു 3/3 മെട്രിക്സ് ഐഡംപോർട്ടൻറ്റ് മെട്രിക്സ് ആയിരിക്കും. സോ ഞാൻ എല്ലാ എൻട്രീസും 1/3 ആക്കാനാണ് നോക്കുന്നത്. സോ
7/3 ഇരുന്നൊരു 1/3 മാത്രം ഇവിടെ ഇട്ടിട്ട് ബാക്കി സ്പ്ലിറ്റ് ചെയ്യുക. സോ 7/3 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് 2 + 1/3 ആണ്. സോ ആ 2 മാത്രം സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുക. സോ 2 0 0 0 2 0 0 0 2 പ്ലസ് എ മെട്രിക്സ് വിത്ത് ഓൾ എൻട്രീസ് 1/3 വരും. 1/3 1/3 1/3 1/3 1/3 1/3 1/3 1/3 1/3. ഓക്കെ, സോ ഇതൊരു സ്കെയിലാർ മെട്രിക്സ് ആണ്. അതിന് എനിക്ക് 2 ടൈംസ് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് എഴുതാം. പ്ലസ് ഈ മെട്രിക്സിന് ഞാൻ എക്സ് എന്ന് പറഞ്ഞ് എഴുതാം. സോ ദറ്റ് ഈസ് സം എക്സ്. ക്ലിയർലി എക്സ് ഐഡംപോർട്ടൻറ്റ് മെട്രിക്സ് ആണെന്ന് നമുക്കറിയാം. എക്സ് സ്ക്വയർ വീണ്ടും എക്സ് തന്നെ വരും. വൺസ് എക്സ് സ്ക്വയർ എക്സ് വന്നു കഴിഞ്ഞാൽ എക്സിൻ്റെ എല്ലാ പവേഴ്സും എക്സിന് തന്നെ ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് എ റൈസ് ടു എൻ ആണ് വേണ്ടത്. നൗ എ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു 2i പ്ലസ് എക്സ് ദ ഹോൾ റൈസ് ടു എൻ. ഇവിടെ 2iയും എക്സും 2i സ്കെയിലാർ മെട്രിക്സ് ആണ്. സ്കെയിലാർ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താണ്? അതെല്ലാ മെട്രിക്സുമായിട്ടും കമ്മ്യൂട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ 2iയും എക്സും കമ്മ്യൂട്ട് ചെയ്യുന്ന മെട്രിക്സുകളാണ്. അതുകൊണ്ട് എനിക്കിവിടെ ബൈനോമിയൽ എക്സ്പാൻഷൻ യൂസ് ചെയ്യാം. സോ ബൈനോമിയൽ എക്സ്പാൻഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2i ദ ഹോൾ റൈസ് ടു എൻ വരും പ്ലസ് nc1 ഇൻറ്റു 2i ദ ഹോൾ റൈസ് ടു n മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് nc2 2i ദ ഹോൾ റൈസ് ടു n മൈനസ് 2 എക്സ് സ്ക്വയർ plus etc plus ncn x raised to n. So this is equal to 2 raised to n. I raised to n എന്ന് പറയുന്നത് I തന്നെ വരും, കാരണം I ഐഡൻറ്റി മെട്രിക്സ് ആയതുകൊണ്ട്. പ്ലസ് nc1 2 raised to n മൈനസ് 1 ഐഡൻറ്റി മെട്രിക്സ് I raised to n മൈനസ് 1 I വരത്തുള്ളൂ ഇൻറ്റു എക്സ് എക്സ് ആയിട്ട് മാറും. പ്ലസ് nc2 2 raised to n minus 2 I raised to n minus 2 I ആയി പോവും ഇൻറ്റു എക്സ് സ്ക്വയർ വീണ്ടും എക്സ് തന്നെ വരും, കാരണം നമുക്ക് എക്സ് ഐഡംപോർട്ടൻറ്റ് മെട്രിക്സ് ആണെന്നറിയാം. സോ അത് വീണ്ടും എക്സ് തന്നെ വരും. പ്ലസ് അടുത്ത ടേമിനകത്ത് എക്സ് ക്യൂബ് വരും, അതും എക്സ് ആയിട്ട് മാറും. എക്സെട്ര ലാസ്റ്റ് ടേമിൽ nCn എക്സ് റൈസ് ടു എൻ എന്ന് വരും, അതും എക്സ് ആയിട്ട് തന്നെ മാറും. സോ എനിക്ക് ഇവിടെ ഇരുന്ന് അങ്ങോട്ടുള്ള എല്ലാത്തിനകത്തും എക്സിൻ്റെ പവേഴ്സ് വരുന്ന എല്ലാം എക്സ് ആയിട്ട് തന്നെ മാറും. സോ എനിക്ക് അവിടെ നിന്ന് എക്സ് കോമൺ എടുക്കാം. സോ എക്സ് ഞാൻ കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? സോ 2 raised to n ഇൻറ്റു ഐ പ്ലസ് ഇവിടെ നിന്ന് എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇത് nc1 2 raised to n മൈനസ് 1 പ്ലസ് nc2 2 raised to n മൈനസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് ncn എന്ന് വരും. സോ ഇത് സംതിങ് ലൈക്ക് എ ബൈനോമിയൽ എക്സ്പാൻഷൻ ആണ്. ബട്ട് ആദ്യത്തെ ഒരു ടേം മിസ്സിംഗ് ആണ്. 2 raised to n ടേം മാത്രം ഇവിടെ ഇല്ല. സോ ഞാൻ ആ ടേം കൂടെ വിട്ടു കൊടുക്കാം. സോ 2 raised to n ഇൻറ്റു ഐ പ്ലസ് എക്സ് ഇൻറ്റു 2 raised to n കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സോ nc1 2 raised to n മൈനസ് 1 പ്ലസ് nc2 2 raised to n മൈനസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് ncn എന്ന് വരും മൈനസ് 2 raised to n. ഞാൻ ആദ്യമേ ആഡ് ചെയ്ത 2 raised to n അവസാനം സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കൃത്യം ഒരു ബൈനോമിയൽ എക്സ്പാൻഷൻ ആയിട്ടാണ് ഇരിക്കുന്നത്, ശരിയല്ലേ? ഇത് ആരുടെ ബൈനോമിയൽ എക്സ്പാൻഷൻ ആണ്? ദിസ് ഇസ് 2 raised to n ഇൻറ്റു ഐ പ്ലസ് എക്സ് ഇൻറ്റു ഇതാരുടെ ബൈനോമിയൽ എക്സ്പാൻഷൻ ആണെന്ന് നോക്കിയേ. ദിസ് ഈസ് നത്തിങ് ബട്ട് 2 + 1 ദ ഹോൾ റൈസ് ടു എന്നിൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ ആണ്. കാരണം ഇവിടെ എയുടെ ടേം മാത്രമേ വരുന്നുള്ളൂ, ബിയുടെ ടേംസ് ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് ബിയെ 1 ആയിട്ട് എടുക്കാം. സോ 2 + 1 ദ ഹോൾ റൈസ് ടു എന്നെ ഞാൻ ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ എനിക്ക് കൃത്യം ഇതായിരിക്കും കിട്ടുന്നത്. സോ അതിനെ നമുക്ക് 2 + 1 ദ ഹോൾ റൈസ് ടു എൻ മൈനസ് 3 റൈസ് ടു എൻ എന്ന് എഴുതാം ഇൻറ്റു എക്സ്. എക്സ് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, സോ this is equal to 2 raised to n I plus this is 2 raised to n ആണ്, ശരിയല്ലേ? 3 raised to n അല്ല, സോറി, 2 raised to n ആണ് ലാസ്റ്റ് ടേം. ഓക്കെ, 2 + 1 3. സോ 3 raised to n മൈനസ് 2 raised to n ഇൻറ്റു എക്സ്. സോ ഇതായിരിക്കും എ റൈസ് ടു എൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല. സോ നമുക്ക് എ റൈസ് ടു എൻ ഇങ്ങനെ എഴുതാം. വേണമെങ്കിൽ എനിക്ക് ഐയും ആരാണ് എക്സ് ആരാന്ന് കൃത്യം അറിയാം. സോ രണ്ടുപേരുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് നോക്കാം. ഓപ്ഷൻസിൽ എങ്ങനെയാണോ കിടക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടി വരും. അടുത്തൊരു പ്രോബ്ലം ആണ്. കൺസിഡർ ദ സെറ്റ് എസ് ഇസ് ഈക്വൽ ടു 1ab 0 - 1c 0 0 1. ഇനി ആൻഡ് എ സ്ക്വയർ ഈക്വൽ ടു എ ആകണം. ദെൻ ദ സെറ്റ് എസ് വിൽ ബി. സോ എസ്സിലുള്ള മെട്രിക്സുകളുടെ എല്ലാം പ്രത്യേകത ഈ ഫോമിലിരിക്കണം. എ സ്ക്വയർ എടുക്കുമ്പോൾ എയും വരണം, അതായത് ഈ ഫോമിൽ ഇരിക്കുകയും വേണം, ഐഡംപോർട്ടൻറ്റും ആയിരിക്കണം. സോ അങ്ങനെ എത്ര മെട്രിക്സുകൾ ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ മെട്രിക്സുകൾ ഒന്നും തന്നെ കാണത്തില്ല. കാരണം എന്താണ്? കാരണം ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ത് വരും നോക്കിയേ. ഇതൊരു
അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് അല്ലേ, താഴത്തെ ട്രയാങ്കിളിലുള്ള എല്ലാ എൻട്രീസും 0 ആണ്. സോ ട്രയാങ്കുലർ മെട്രിക്സുകൾക്ക് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എൻട്രീസ് ആണ്. സോ ഞാനിവിടെ ഡയഗണൽ എൻട്രീസിൻ്റെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കിട്ടും. സോ ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആക്ച്വലി -1 ആണ് വരുന്നത്. ഇനി എ സ്ക്വയർ ഈക്വൽ ടു എ ഈ മെട്രിക്സിനാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകില്ല. കാരണം എ സ്ക്വയർ ഈക്വൽ ടു എ ആയി കഴിഞ്ഞാൽ അത് ഐഡൻപോട്ടൻറ്റ് മെട്രിക്സ് ആകത്തില്ലുള്ളൂ. സോ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് -1 വന്നതുകൊണ്ട് ഇനി ഇതിന് ഐഡൻപോട്ടൻ്റ് ആകാൻ ഒരു പോസിബിലിറ്റിയും ഇല്ല. കാരണം ഐഡൻപോട്ടൻറ്റ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് 0യും 1ഉം ആണ്. സോ ഇതിനി ഐഡൻപോട്ടൻ്റ് ആകാൻ ഒരു വഴിയുമില്ല. സോ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന മെട്രിക്സുകളൊന്നും തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ എസ് എന്ന് പറയുന്ന സെറ്റ് ഒരു എം ടി സെറ്റായിട്ട് പോകും. സോ കറക്റ്റ് ഓപ്ഷൻ സി, എം ടി സെറ്റ്.